2 കൊരിന്ത്യർ ലേഖനം 4:17. അല്ല, അത് തന്നെ 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ. അപ്പം ധൈര്യം ഒരിക്കലും നമുക്ക് പോകുന്നില്ല. അതിന്റെ കാരണം എന്റെ ശരിക്കുള്ള ഡിപ്പോസിറ്റ് ഒരിക്കലും കുലുങ്ങുന്നില്ല, മാറിപ്പോകുന്നില്ല. അപ്പൊ ശരിക്കുമുള്ള ഒരു ഡിപ്പോസിറ്റ് മാറിപ്പോകാത്തത് കൊണ്ട്, അത് നിത്യമായതുകൊണ്ടും കാണുന്ന ലോകം താൽക്കാലികമായതുകൊണ്ടും അതിലെന്ത് നഷ്ടം സംഭവിച്ചാലും എനിക്ക് കുലുങ്ങി പോകേണ്ട കാര്യമില്ല. കാരണം കാണുന്ന ലോകത്തിൽ ഞാൻ കാര്യമായൊന്നും കരുതിയിട്ടില്ല. അപ്പൊ എന്റെ കരുതൽ മുഴുവൻ, എന്റെ നോട്ടം മുഴുവൻ, എന്റെ ആഗ്രഹം മുഴുവൻ നിത്യമായ കാണാത്ത കാര്യങ്ങളിലാണ്. അതുകൊണ്ട് ഈ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും എനിക്ക് കുലുങ്ങേണ്ടതില്ല, ഞാൻ കുലുങ്ങി പോവുകയില്ല. അടുത്ത വാക്യം പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു തിയോളജിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത് കഷ്ടത എങ്ങനെയാണ് പ്രത്യാശയെ ഉളവാക്കുന്നത് എന്നുള്ളതാണ്. കഷ്ടത എങ്ങനെയാണ് പ്രത്യാശ ഉളവാക്കുന്നത്? കഷ്ടത എങ്ങനെയാണ് തേജസ്സിന് കാരണമായി മാറുന്നത്? റോമൻ കാത്തലിക് ചർച്ചില് എപ്പോഴും വരുന്ന ഒരു ടീച്ചിങ് പ്രോബ്ലം എന്ന് പറയുന്നത്, അവര് മനഃപൂർവ്വമായി കഷ്ടം അനുഭവിക്കും. ഇത്തിരി തേജസ് കിട്ടാൻ വേണ്ടി, സ്വർഗത്തിൽ പോകാൻ വേണ്ടി, പാപങ്ങളെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. അവർ വിചാരിക്കുന്നത് നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മൾ കുറച്ച് സൽപ്രവൃത്തികൾ ചെയ്യണം, ചില കർമ്മങ്ങൾ ചെയ്യണം, കഷ്ടപ്പെടണം. കഷ്ടത അനുഭവിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളിൽ നിന്ന്, അതായത് നമ്മുടെ പാപങ്ങളെ പരിഹരിക്കാൻ നമ്മുടെ കഷ്ടതകൾക്ക് കഴിയുമെന്നുള്ള വിശ്വാസം. അതായത് നമ്മൾ പാപം ചെയ്തതിന്റെ ചില ശിക്ഷയെങ്കിലും കുറച്ച് കഷ്ടം അനുഭവിക്കുന്നതിലൂടെ അനുഭവിച്ച് തീർക്കാം എന്നുള്ള ചിന്ത. അപ്പോൾ അങ്ങനെയുള്ള ചിന്തയിൽ നിന്നാണ് യേശു ക്രിസ്തുവിന്റെ യാഗങ്ങളിലല്ല എന്റെ പാപമോചനത്തെ ഞാൻ ആശ്രയിക്കുന്നത്, പാപപരിഹാരത്തിന് ഞാൻ ആശ്രയിക്കുന്നത്, പിന്നെയോ ഞാൻ അനുഭവിക്കുന്ന കഷ്ടങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ ഞാൻ ആശ്രയിക്കുക. അതായത് കുറച്ച് കഷ്ടം അനുഭവിച്ച അവരുടെ ബസ് പുർഖാന എന്ന് പറയുന്ന ഉപദേശം അങ്ങനെ തന്നെയാണ്. അതായത് നമ്മൾ മരിച്ചു കഴിയുമ്പം ബസ് പുർഖാൻ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞ ഒരടുത്തെത്തും. നമ്മൾ ചെയ്ത പാപങ്ങളുടെ കണക്കനുസരിച്ച് അവിടെ കഷ്ടം ഉണ്ടാവും. ആ കഷ്ടം സഹിച്ച് നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താലല്ല, നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്ന വിശ്വാസത്താലല്ല, നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്ന നമ്മുടെ കഷ്ടങ്ങളാലാണ് എന്നുള്ളതാണ് ഈ പഠിപ്പിക്കൽ. അതുകൊണ്ട് പലപ്പോഴും വിചാരിക്കുന്ന പല ആൾക്കാരും പറയാറുണ്ട്, നമുക്ക് കുറച്ച് കഷ്ടപ്പെടാം, ലോകത്തിലെ പാപം ഇത്തിരി കുറയട്ടെ എന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ വേറൊരാള് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ കുറച്ച് കഷ്ടപ്പെടാം, എന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ഞാൻ അത് അയാൾക്ക് സമർപ്പിക്കുന്നു, അയാൾ ആ കഷ്ടങ്ങൾ അയാളെ രക്ഷിക്കട്ടെ, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് കത്തോലിക്ക ചർച്ച. ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം യേശുക്രിസ്തുവിലല്ല നമ്മൾ രക്ഷയ്ക്കായി നോക്കുന്നത്, ശുദ്ധീകരണത്തിനായി നോക്കുന്നത്, വീണ്ടെടുപ്പിനായി നോക്കുന്നത് നമ്മുടെ തന്നെ കഷ്ടങ്ങളിലേക്കാണ്. അപ്പൊ തേജസ് ലഭിക്കുന്നത് നമ്മൾ കഷ്ടം അനുഭവിക്കുന്നത് കൊണ്ട് അതിന്റെ ഫലമായിട്ടാണെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തേജസ്സിന്റെ ഉത്തരവാദി നമ്മുടെ കഷ്ടങ്ങളായിരിക്കും. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടമല്ല നമ്മുടെ രക്ഷ, കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങളാണ്. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഈ തേജസ്സിന് ഇത് കാരണമാകും എന്ന് പറയുന്നത്? ഇവിടെ പറയുന്ന ഹേതുവാകും തന്നെയാണ്, കാരണമാകും തന്നെയാണ്. അപ്പൊ അത്യന്തനവധിയായ നിത്യമായ തേജസ്സിന് അടുത്ത വാക്യം പറയുന്നത് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. ഈ നൊടി നേരം എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് തിങ്. നമ്മൾ സമയത്തിന്റെ അനന്തത നമ്മൾ നോക്കുമ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം തന്നെ വളരെ കുറവാണ്. ഓൺലി ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. നമ്മൾ പറയുന്ന 70-80 എന്നൊക്കെ പറയുന്ന ഈ വലിയ പ്രപഞ്ചത്തിൽ ഒന്നുമല്ല. അതിനകത്ത് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളുടെ കാലം എന്ന് പറയുന്നത് അത് അതിനേക്കാളൊക്കെ ചെറിയ നൊടി നേരത്തേക്ക്. ദൈവം നോക്കുമ്പോൾ അതൊരു നൊടി നേരത്തേക്കുള്ള ഒരു കഷ്ടം. പലപ്പോഴും നമ്മൾ ചോദിക്കും, എന്തിനാ കർത്താവ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഒരു കൊച്ചിന്റെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എത്ര നേരം എടുക്കുന്നുണ്ട് ഇഞ്ചക്ഷൻ? ഒരു മിനിറ്റ് വേണ്ട അല്ലെ? ഒരു ഇഞ്ചക്ഷൻ ചിലപ്പം കുറച്ച് മരുന്ന് അങ്ങോട്ട് കയറി ഒരു 15 സെക്കൻഡ് എന്ന് വിചാരിച്ചു. ദൈവം നമ്മുടെ കഷ്ടങ്ങൾ അത്രേ കാണുന്നുള്ളൂ. നമ്മളെ അതിനകത്തോടെ, ആ കഷ്ടങ്ങൾക്കകത്തോടെ ഇങ്ങനെ വലിച്ചിങ്ങെടുക്കും. കർത്താവ് പെട്ടെന്ന് തന്നെ എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ടൈമിനകത്ത് ഇരിക്കുന്നുണ്ട്, തീരുന്നില്ല എന്ന് തോന്നുക. പക്ഷെ ബൈബിള് പറയുന്ന ഇത് നൊടി നേരത്തേക്ക് ഉള്ളൂ എന്നാ. ഓൺലി ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അപ്പൊ നിത്യതയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരാൾക്ക് സംബന്ധിച്ച് നമ്മൾ ഇവിടെ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ വളരെ കുറച്ച്, ഒരു കണ്ണിമയ്ക്കുന്ന നേരത്തേക്കേ ഉള്ളൂ. ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നത് ആ ടൈമേ ഉള്ളൂ.
പക്ഷെ നമ്മൾ ഈ സമയത്തിന് അത് കിടന്ന് ചുറ്റി കിടക്കുന്നതുകൊണ്ട് ഇത് തീരുന്നില്ല നമുക്ക്. കാരണം വി ഇമാജിൻ ഇറ്റ് ടു ബി എ ലോങ് പീരീഡ് ഓഫ് ടൈം. അപ്പൊ നമ്മുടെ ജീവിതം, നമ്മുടെ കഷ്ടങ്ങൾ, ഈ കഷ്ടങ്ങളിലൂടെ കിടക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ദൈവം അതൊരു തേജസ്സിന് കാരണമാക്കി മാറ്റുന്നത്? അതായത് നമുക്ക് ഈ സാധാരണഗതിയിൽ ഈ പഴയ മനുഷ്യന് എപ്പോഴും ആഗ്രഹം ദൃശ്യപ്രപഞ്ചത്തോടാണ്, അതായത് ഈ കാണുന്ന ലോകത്തോടാണ്. ഈ ലോകം ശരിക്കും അധീനതയിലാണ് നമുക്കറിയാം. ഒരാളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഇസ് ദ സാക്രിഫൈസ് ഇൻ ദി കാത്തലിക് ചർച്ച് ടീച്ചിങ് is the same as fasting in the Pentecostal church? നമുക്കത് ഇത്തിരി കഴിയുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. It's an interesting question. ഓക്കെ, അപ്പോൾ ഈ നൊടി നേരത്തേക്കുള്ള അത്യന്തന ആ കഷ്ടം വളരെ കുറഞ്ഞ നേരത്തേക്കുള്ള ഒരു കഷ്ടമാണ്. നൊടി നേരം എന്ന് പറഞ്ഞത് solely for a short period of time. അപ്പൊ നമ്മൾ എപ്പോഴും ഷോർട്ട് പീരീഡ് ഓഫ് ടൈം എങ്ങനെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിത്യതയുടെ പെർസ്പെക്റ്റീവിൽ നോക്കണം. ഇറ്റേണലി വി ആർ വിത്ത് ക്രൈസ്റ്റ്. അപ്പം ഇത് വളരെ ചുരുങ്ങിയ ഒരു സമയത്ത് ദൈവം നമ്മുടെ ഒരു തീക്കകത്തോടെ ഇങ്ങനെ പിടിച്ചിങ്ങ് വലിച്ചെടുക്കുക. കാരണം എന്താ? നമ്മൾ ഇന്ന് പോകാത്ത ലോകത്തോടുള്ള സ്നേഹം ഒത്തിരി ഉള്ളത് കൊണ്ട്. അപ്പൊ സ്വാഭാവിക മനുഷ്യന്, പഴയ മനുഷ്യന് ലോകത്തോടൊരു അഫിനിറ്റി ഉണ്ട്. കഷ്ടങ്ങൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഫിനിറ്റി കുറയ്ക്കാൻ വേണ്ടിയാണ്. ഈ കഷ്ടങ്ങൾ എന്ന് പറയുന്നത് ദൈവം ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയാണ്, അവന്റെ പ്രവൃത്തിക്ക് വേണ്ട ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയാണ്. അതായത് ലോകത്തോടുള്ള നമ്മുടെ അഫിനിറ്റി. ഉദാഹരണത്തിന് കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇവിടെ യാതൊന്നും നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല. കാരണം എല്ലാത്തിനും ഒരു നിമിഷം കൊണ്ട് മറിഞ്ഞു പോകാം. കാരണം അപ്പം താൽക്കാലികമായത്. ഇത് എവിടെയൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട് നമുക്ക് അറിയത്തില്ല. ഇറ്റ്സ് ബിക്കമിങ് വെരി കോംപ്ലക്സ്. അപ്പൊ ഇത് നമ്മളെന്താ പഠിക്കുന്നത്? വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ടൈം. ആ കഷ്ടത്തിലൂടെ കയറി ഇറങ്ങുന്ന നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലൈഫ് ഇൻ ദിസ് എർത്ത്, ഈ ലോകത്തുള്ള പിശാചിൻ അധിപതിയായിരിക്കുന്ന ഈ ലോകം തരുന്ന വ്യവസ്ഥയ്ക്കകത്ത് നമ്മൾ ജീവിക്കുന്ന ആ ജീവിതം കുറച്ച് നേരത്തേക്കേ ഉള്ളൂ എന്നും അത് ഏത് സമയത്തും തീർന്നു പോകുന്നു. അവിടെയുള്ള ഒരു സാധനത്തിനും ശരിക്കും മഹത്വം ഇല്ലെന്നും നമുക്ക് മനസ്സിലാകുന്നത് ഈ കഷ്ടത്തിലൂടെ പോകുമ്പോഴാണ്. ഞാൻ ഇതിനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് എൻ്റെ ഏറ്റവും ഒബ്സഷൻ എന്ന് പറയുന്ന ആളുകൾ എന്നെ കുറിച്ച് നല്ലത് പറയുക എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ ആൾക്കാർ നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നത് നമുക്ക് ഇഷ്ടം. പക്ഷെ എന്നാൽ അതെനിക്കൊരു ഒബ്സഷൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പലപ്പോഴും നല്ലവനായിട്ട് അഭിനയിക്കുകയും മറ്റുള്ളവരെ കുരുക്കുകയും ഇങ്ങനെയുള്ള പല കലാപരിപാടികൾ ചെയ്ത് ഞാൻ അവരെക്കാളെല്ലാം നീതിമാനാണെന്ന് തെളിയിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ അവരെക്കാളെല്ലാം നീതിമാനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഞാൻ വളരെ അധ്വാനിച്ച് എനിക്ക് വളരെ ഹൈ ആയിട്ടുള്ളൊരു സെൽഫ് ഇമേജ്, ഐ ആം ഗുഡ് എന്നൊരു സെൽഫ് ഇമേജ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് തകർക്കാൻ ദൈവത്തിന് എന്ത് ചെയ്തേ പറ്റുള്ളൂ? എന്നെ തീക്കകത്തോടെ കൊണ്ടുപോകണം. എങ്ങനത്തെ തീ ആയിരിക്കും? എന്നെ ആർക്കും മനസ്സിലാകരുത്, എനിക്കെതിരെ എല്ലാ കളവും പറയണം, എൻ്റെ ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് വെളി വരണം. അങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ ഞാൻ നിന്ദിതനായി മാറി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും, എൻ്റെ ദൈവമേ, ഇത് ഞാൻ ഉയർത്തി വെച്ചിരുന്ന കൊട്ടാരം എല്ലാം പൊളിഞ്ഞു. സത്യം പറഞ്ഞാൽ പല കാര്യങ്ങളിലും ഞാൻ ചിന്തിക്കാത്ത പോലും കാര്യങ്ങൾ, ചിന്തിച്ചതും ചിന്തിക്കാത്തതുമായ കാര്യങ്ങൾ എന്നെ കുറിച്ച് ആളുകൾ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ശരിക്കും സുബോധം ഉണ്ടായത്. കാരണം മനുഷ്യന്റെ നല്ല അഭിപ്രായം താൽക്കാലികവും ഏത് സമയത്തും ഇല്ലാതാകുന്നതുമാണ്. ഈ ലോകത്ത് നമ്മൾ കരുതി വെക്കുന്ന, ഉണ്ടാക്കി വെക്കുന്ന ഇമേജ് വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ബട്ട് ഇഫ് ഇറ്റ് ഇസ് ഡിസ്ട്രോയിഡ്, ഇറ്റ് ഇസ് ഡിസ്ട്രോയിഡ്. അപ്പൊ ശരിക്കും സ്വാഭിമാനിയായ ആളുകളെ, സ്വയത്തിൽ ആശ്രയിക്കുന്നവർക്ക് ആ ആശ്രയത്തിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ആശ്രയങ്ങളെ ഛേദിക്കുമ്പോഴാണ് നമുക്കത് കഷ്ടമായിട്ട് അനുഭവപ്പെടുന്നത്. വലിയൊരു പങ്ക് കഷ്ടങ്ങൾ അങ്ങനെ വരുന്നത്. നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ ആശ്രയിക്കുന്നവരാണ്. എനിക്ക് ആരോഗ്യം ഉണ്ടല്ലോ, ഞാൻ അധ്വാനിച്ച് ജീവിക്കും, കേട്ടിട്ടുണ്ടോ? അപ്പൊ കർത്താവിന് അവനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരു തൊടും ഇങ്ങനെ തൊടും. അപ്പൊ ശരിക്കും നമ്മളെ ഈ പിശാച് നിയന്ത്രിക്കുന്ന ലോകത്തോടുള്ള നമ്മുടെ അഫിനിറ്റി,
അഡ്ഹീഷൻ, അതിനോട് ചേർന്ന് ഒട്ടിപ്പിടിക്കുന്ന ആ സ്വഭാവം, ആ സ്വഭാവത്തിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ലോകം നമുക്ക് പ്രതികൂലമാകുന്നത്. ലോകം പ്രതികൂലമാകുമ്പോഴാണ് നമ്മൾ അതിനെ കഷ്ടം എന്ന് പറയുന്നത്. കഷ്ടം ഈസ് എസെൻഷ്യൽ. അത് ദൈവം നമുക്ക് നമ്മളിലൂടെ നടപ്പാക്കുന്ന ഒരു ഉപകരണമാണ്. നമ്മളെ വിശദീകരിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കഷ്ടം സെലക്ട് ചെയ്ത് അതനുസരിച്ച് നമുക്ക് ഒരിക്കലും നീതിമാന്മാരാകാൻ പറ്റത്തില്ല, നമുക്ക് ആ തേജസ്സിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ദൈവം വരുന്ന കഷ്ടങ്ങളിലൂടെ ദൈവം നമ്മളെ ശുദ്ധീകരിക്കാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ദൈവത്തിന്റെ പ്രോസസ്സാണത്, ഇറ്റ്സ് നോട്ട് മാൻസ് പ്രോസസ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം, വീണ്ടെടുപ്പ്, നിത്യജീവൻ, ഇത് നമ്മൾ അനുഭവിക്കുന്നത് പലപ്പോഴും ബുദ്ധി കൊണ്ടാണ്. പക്ഷെ അത് ആ കഷ്ടതയുടെ നടുവിൽ അത് അനുഭവിക്കുമ്പോഴാണ് അത് നമുക്ക് ജീവനായിട്ട് വരുന്നത്. പരീക്ഷണങ്ങൾ വരുന്ന എല്ലാം കഷ്ടതയുടെ നടുവിലാണ്. അപ്പൊ കഷ്ടത ഇത്ര അനുഭവിച്ചതുകൊണ്ട് ഒരാൾ തേജസ് പ്രാപിക്കുകയല്ല ചെയ്യുന്നത്. ദൈവം അവൻ തെരഞ്ഞെടുത്തവരെ കഷ്ടതയിലൂടെ കടത്തിവിട്ട് തേജസ് ഇല്ലാത്തതിനെയും തേജസ് ഉള്ളതിനെയും കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കഷ്ടത എന്തിനാണ് അനുഭവിക്കുന്നത്? ഒരു വിശ്വാസി എന്തിനാണ് കഷ്ടത അനുഭവിക്കുന്നത്? ഒരു വിശ്വാസി കഷ്ടത അനുഭവിക്കുന്നത്, വിശ്വാസി എല്ലാം അനുഭവിക്കുന്നത് നന്മയ്ക്കാണ്. വിശ്വാസി ഒന്നും തിന്മയ്ക്കായ ശത്രുക്കൾ, വിശ്വാസിക്ക് നന്മയ്ക്കാണ്. കാരണം അവനെ സ്നേഹിച്ച് വലിയ പ്രതിഫലം വാങ്ങിക്കാം. ഈ ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്ന് 8 മണിക്കൂർ ഡ്യൂട്ടി കിട്ടിയുള്ളൂ എന്നാരിലൊക്കെ പരാതി പറയോ? ഒരു 4 മണിക്കൂറുകൊണ്ട് എനിക്ക് അധ്വാനിക്കണം എന്നുണ്ടായിരുന്നു, എനിക്ക് കിട്ടിയില്ല, എന്ത് ചെയ്യും, നാളെയെങ്കിലും എനിക്ക് 4 മണിക്കൂറിന്റെ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമാരെങ്കിലും? പറയാലോ. പക്ഷെ 4 മണിക്കൂർ പണി ചെയ്യുമ്പോൾ അതിന്റെ കൂടെ കൂലി കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയും, അല്ലേ? അല്ലാതെ ചുമ്മാ അങ്ങനെ ആർക്കും തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ശരിക്കും ഈ കഷ്ടത വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് അയ്യോ ഇത് വേണ്ടായിരുന്നു, അയ്യോ ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു നമുക്ക് തോന്നുന്നത്. തക്കതായ ഒരു പ്രതിഫലം ഉണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാവും. കാരണം അതല്ലാതെ കഷ്ടം ആരും സഹിക്കാൻ തയ്യാറാവത്തില്ല. അപ്പൊ ദൈവം നമുക്ക് നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതിലേ നമ്മളെ കടത്തി വിട്ടിട്ട്, അതിലാരും ആഗ്രഹിക്കില്ല, പക്ഷെ അതിലേക്ക് കടത്തി വിടുമ്പോൾ ദൈവം അതിന് വലിയൊരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടന്ന് നീ വെളിയിലോട്ട് വരുന്നത് ഈ ലോകത്തിനുള്ള ആളായിട്ടല്ല, കർത്താവിന്റെ ആളായിട്ടാണ്. അപ്പം ഇറ്റ്സ് ഗോഡ്സ് പ്ലാൻ ഫോർ എവറി സെയിന്റ് ടു ഗോ ത്രൂ സഫറിങ് ഓഫ് വൺ സോർട്ട് ഓർ അനദർ ടൈം. അപ്പൊ കഷ്ടം നമ്മൾ ഈ ലോകത്തിന് വേർപിടിക്കുന്നു, ലോകത്തിന്മേൽ ആശ്രയത്വം കുറയ്ക്കുന്നു. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുക, ഓ എനിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ അവൻ നോക്കിക്കോളും, അല്ലെ അവര് നോക്കിക്കോളും. നമുക്കൊരാവശ്യം വന്നാൽ ഞങ്ങളുടെ അയൽവക്കക്കാർ ഞങ്ങളുടെ കൂടെ നിൽക്കും. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അയൽവക്കാരുടെ വഴക്കുണ്ടാകും, എന്നിട്ട് നമുക്കെതിരെ അവർ തിരിയും. അപ്പൊ ദൈവത്തെ മാത്രം ആശ്രയിക്കാൻ വേണ്ടി, ഈ ലോകത്തിലുള്ള ക്രച്ചസ് പൊളിയാൻ വേണ്ടി, അതിനുവേണ്ടിയാണ് കർത്താവ് പലപ്പോഴും കഷ്ടങ്ങളെ അനുവദിക്കുന്നത്. അപ്പൊ കഷ്ടങ്ങൾ അനുഭവിച്ച് ശീലിക്കുന്നവർക്ക് ഒരു സോഫ്റ്റ് ഹാർട്ട് ഉണ്ടായിരിക്കും. അത് ദൈവം തകർത്ത ഹൃദയം. നമുക്ക് യാക്കോബിന്റെ കഥ വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, യാക്കോബ് വാസ് ബ്രോക്കൺ, ജോബ് വാസ് ബ്രോക്കൺ. ദൈവത്തിന്റെ എല്ലാ വിശുദ്ധന്മാരും കഷ്ടതകളാൽ ഒടിഞ്ഞു പോയിട്ടുണ്ട്, തകർന്നു പോയിട്ടുണ്ട്. ആരെ നോക്കിയാലും, അത് വേദപുസ്തകത്തിൽ ആരെ നോക്കിയാലും, ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയും ഈ പഴയ നിയമത്തിലല്ല അനുഗ്രഹങ്ങളല്ലേ ബ്രദറെ പറഞ്ഞിരിക്കുന്നത്. ശരിയാ, പക്ഷെ പഴയ നിയമത്തിലെ ശുശ്രൂഷകരെ നോക്കിക്കേ, ഓരൊറ്റയാളും ഈ ആവർത്തന പുസ്തകം 28 അനുഗ്രഹങ്ങളൊന്നും പ്രാപിച്ചുകൊണ്ടിരുന്നിട്ടില്ല. അവരെല്ലാം ഒരു തേജസ്സിന് വേണ്ടി ഓടുകയായിരുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തില് ഈ കഷ്ടതയുടെ ഒരു തിയോളജി ഉണ്ട്. എന്താണ് കഷ്ടതയുടെ തിയോളജി? നമുക്ക് നോക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം. ഓക്കെ, 35-ാം വാക്യം. അതിന് 2-ാം ഭാഗം പറയുന്നത്, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദാഹരണം കൈക്കൊള്ളാതെ, അതായത് അവർക്ക് വേണമെങ്കിൽ ഉദാഹരണം കിട്ടുമായിരുന്നു, കാരണം അതിനു മുമ്പ് ഉദാഹരണം കിട്ടിയവരുടെ ലിസ്റ്റാണ് കൊടുത്തേക്കുന്നത്, കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
35-ാം വാക്യത്തിൽ പറയാണ്, അവർക്കൊരു നല്ല ഉദാഹരണം കിട്ടുമായിരുന്നു, പക്ഷെ അതൊരു വേണ്ടാന്ന് വെച്ചു. കാരണം കഷ്ടതയാണ് നല്ലതെന്ന് അവർ തീരുമാനിച്ചു. ദൈവം തരുന്ന കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാളും നല്ലത് ആ കഷ്ടതയിലൂടെ പോയി കുറച്ചും കൂടി വലിയൊരു തേജസ് പ്രാപിക്കുന്നതാണ് എന്ന് അവർ വിചാരിച്ചു. നോക്കിയും 35-ാം വാക്യം, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദാഹരണം കൈക്കൊള്ളാതെ, ഉദാഹരണം വേണ്ട എന്ന് വെച്ച് വേദ്യമേറ്റു, പരിഹാസം, ചമ്മട്ടി, ഇതെല്ലാം ഏക്കും തോറും നമുക്കൊരു കാര്യം മനസ്സിലാവും, ഈ ലോകം നമുക്കുള്ളതല്ല. ആളുകൾ നിന്ദിക്കുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ലോകം നമുക്കുള്ളതല്ല, കർത്താവിന്റെ ജനമാണെന്ന്. ഓക്കെ, അപ്പൊ ഈ യാത്രകളിൽ, ഈ കഷ്ടതയുടെ യാത്രയിൽ നമുക്ക് എപ്പോഴും ഒരു വാഗ്ദത്തത്തെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാവും. നിങ്ങൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ആ കഷ്ടങ്ങളിലൂടെ കടന്നു പോയപ്പോഴല്ലേ വാഗ്ദത്തത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ നിശ്ചയം നിങ്ങൾക്കുണ്ടായത്, രക്ഷയുടെ ഉറപ്പുണ്ടായത്, കർത്താവ് എന്റെ ആണെന്ന് മനസ്സിലായത്. എന്തുകൊണ്ട് അങ്ങനെ മനസ്സിലാകുന്നത്? അതുവരെ ഉണ്ടെന്ന് നമുക്കെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ അത് കൈവിട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, എന്റെ കർത്താവെ, ഞാൻ മണലിലാണല്ലോ ചവിട്ടിയത്, ഇതെല്ലാം പോവുകയാണല്ലോ, കർത്താവെ നീ എന്റെ കൈക്ക് പിടിച്ചോണേ എന്ന് തോന്നുന്ന കഷ്ടതയിലൂടെ പോകുമ്പോൾ. രോഗമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ആളുകളുടെ ഉപദ്രവമായിരിക്കാം, നമ്മളെ മനസ്സിലാക്കാതെ പോകുന്നതായിരിക്കും, ആളുകൾ എത്ര പറഞ്ഞാലും മനസ്സിലാകാതെ പോകുന്നതായിരിക്കാം. ഇങ്ങനെ പലവിധമായ കഷ്ടങ്ങളിലൂടെയാണ് നമ്മൾ ദൈവരാജ്യത്തെ അവകാശമാക്കുന്നത്. അപ്പൊ ശരിക്കും ക്രിസ്ത്യ ജീവിതം പാഠം ഒരു മനുഷ്യൻ നോക്കിക്കഴിഞ്ഞു. ഈ കഷ്ടതയെക്കുറിച്ച് അധികം പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ കഷ്ടതയെക്കുറിച്ചല്ല ധ്യാനിക്കേണ്ടതെന്നാണ്. കഷ്ടം നമുക്ക് ഭയങ്കര പ്രയോജനമാണ്, അതിന് സംശയമൊന്നുമില്ല. കഷ്ടതയിലൂടെ പോയാലേ നമ്മൾ തകരുള്ളൂ, കറക്റ്റാണ്, ആ പഴയ മനുഷ്യൻ തകരുള്ളൂ. അതുപോലെ തന്നെ കഷ്ടത ഇല്ലാതെ നമുക്ക് ചുമ്മാ ക്രൂശ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും കർത്താവിന്റെ മരണത്തിൽ പങ്കാളിയാവാനും പറ്റില്ല. ഓക്കെ, പക്ഷെ നമ്മൾ കഷ്ടത ചോദിച്ചു വാങ്ങിക്കാൻ പാടില്ല. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവ് എനിക്ക് കുറച്ച് കഷ്ടത തരണേ, അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മുടെ ചോയ്സ് അല്ല കഷ്ടത. നമ്മൾ എന്ത് കഷ്ടത അനുഭവിക്കണം തീരുമാനിക്കുന്നത് നമ്മളല്ല, കർത്താവാണ്. കാരണം ദാറ്റ്സ് പാർട്ട് ഓഫ് അവർ വാക്ക് ഓൺ ദിസ് എർത്ത്. അപ്പൊ നമുക്കൊരിക്കലും നമ്മൾ എന്ത് കഷ്ടത അനുഭവിക്കണം തീരുമാനിക്കാൻ പറ്റില്ല, എന്ത് ഉപേക്ഷിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റില്ല, ഏത് രീതിയിൽ നടക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്, ഇതെല്ലാം കർത്താവാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, സോ ഐ കനോട്ട് ഡിസൈഡ്, ഓ ഞാൻ കുറെ കഷ്ടം അനുഭവിച്ച് സഹിഷ്ണുത ഉണ്ടാക്കാൻ പോകും, അങ്ങനെ പറ്റില്ല. God has to give us the way that we should walk. അവനത് തുറന്നു തരണം. നമുക്ക് തുറന്നു തന്നെങ്കിൽ മാത്രമേ നമുക്ക് കഷ്ടതയുടെ വഴി മനസ്സിലാവുകയുള്ളൂ. അപ്പൊ പല സ്ഥലത്തും നമ്മൾ കഷ്ടതയെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ മാനുഷികമായിട്ട് ശ്രമിക്കും. പക്ഷെ ചില സമയത്ത് ഈ കഷ്ടതയെ അതിജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ രോഗം വരുമ്പോൾ ആശുപത്രി പോകാൻ അങ്ങനത്തെ കാര്യമല്ല പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, എന്റെ ദൈവം, ഒരാൾക്ക് പോലും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു എന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് ഒരു മനുഷ്യനും നമ്മളെ മനസ്സിലാക്കുന്നില്ല. ഒരൊറ്റ ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ പോലും നമുക്ക് ഒരിടത്തും ഇല്ലല്ലോ. ആരും നമ്മളൊന്ന് ഫോൺ ചെയ്ത് എന്തുണ്ട് വിശേഷം ചോദിക്കാൻ പോലും ഈ വിശ്വാസികളുടെ ഒരു മനുഷ്യനില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് രക്ഷപ്പെടേണ്ട കാര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കർത്താവ് എനിക്ക് വെച്ചിരിക്കുന്നതാണ്. മനുഷ്യരെ ആശ്രയിക്കാതെ അവനെ മാത്രം മതി എന്ന് എന്റെ ഹൃദയത്തിൽ തോന്നാൻ വേണ്ടി. ആളുകൾ വേണ്ടാന്ന് അതിന്റെ അർത്ഥമില്ല, പക്ഷെ വി ആർ എക്സ്പീരിയൻസിങ് ദാറ്റ് ലോൺലിനെസ്. ആരുമില്ലാത്ത അവസ്ഥ, സാമ്പത്തികമായിട്ട് ഒന്നും കയ്യിലില്ലാത്ത അവസ്ഥ, ആരെയും നോക്കാനില്ലാത്ത അവസ്ഥ, സഹോദരങ്ങളുടെ ഒരു കൂട്ടായ്മ ഞങ്ങളുടെ ബാക്കിൽ ഇല്ല. വി ആർ എലോൺ ഇൻ ദ വേൾഡ് വിത്ത് നോ സപ്പോർട്ട്. അപ്പൊ അങ്ങനെ അതിനെ കടന്നു പോയേ പറ്റുള്ളൂ. ഞാനായിട്ട് അതിനെ മാറ്റാൻ പാടില്ല. എന്തുകൊണ്ട് മാറ്റാൻ പാടില്ല? ദൈവം എന്നെ പഠിപ്പിച്ച ഒരു വലിയ പാഠമുണ്ട്. ആശ്രയിക്കുന്നെങ്കിൽ ദൈവത്തെ അല്ലാതെ ആരെ ആശ്രയിക്കരുത്. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച കേട്ടപ്പോൾ ഓൺലി ഗോഡ്. അവിടേക്ക് ഞാൻ എത്തണം. ഞാൻ അങ്ങോട്ട് എത്തണമെങ്കിൽ മാനസികമായ ക്രച്ചസ് മാറ്റപ്പെടും. ആ മാനസികമായ ക്രച്ചസ് മാറ്റപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കര ദുഃഖം ഉണ്ടാവും. അത് കഷ്ടതയാണ്. ഒറ്റപ്പെടൽ, പരിഹാസം, നിന്ദ, ഇതെല്ലാം കഷ്ടതയുടെ ഭാഗമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഡിസിപ്ലിനിങ്ങിന്റെ ഭാഗവും കൂടിയാണ്. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാവുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോഴാണ്. ഇല്ലാത്ത കാര്യങ്ങൾ, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ അതൊന്ന് വേദന, ഭയങ്കര വേദന. നമ്മൾ എന്തിനാണ് അനുഭവിക്കുന്നത്?
നമ്മളത് അനുഭവിക്കുന്ന കർത്താവ് അത് അനുഭവിച്ചതുകൊണ്ടാണ്. ചെയ്യാത്ത കാര്യങ്ങൾ ആരോപിക്കപ്പെടുന്ന കർത്താവ്. വി ആർ പാർട്ടേക്കിംഗ് ദി സഫറിങ്. അപ്പൊ നമ്മൾ അതിനെല്ലാം മറുപടി പറയാൻ പോകണം. ഞാൻ ചെയ്തില്ല ബ്രദറെ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, ഒന്നും പറയേണ്ട കാര്യമില്ല. അവിടെയാണ് ദി എക്സ്പീരിയൻസ് ഇസ് ഡെത്ത്. നമ്മൾ അവന്റെ മരണത്തെ കൊണ്ടാടുന്നു, സെലിബ്രേറ്റ്. വി ഡോണ്ട് നീഡ് ടു ജസ്റ്റിഫൈ അവർസെൽസ്. കാരണം ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ആത്മീക പാഠങ്ങളുടെ ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും. നമ്മുടെ ഏറ്റവും അടുത്ത സഹോദരങ്ങളാണെങ്കിലും ഒക്കെ നമ്മുടെ ക്ലാരിഫിക്കേഷൻ അവർ ഒത്തിരി സഹായിക്കും. പക്ഷെ ഇത് എല്ലാവരോടും ക്ലാരിഫൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ദൈവം ഡിസിപ്ലിനിലേക്ക് എനിക്ക് വരാൻ പറ്റത്തില്ല. ഐ വിൽ ബിക്കം സെൽഫ് റൈച്ചസ്. അപ്പൊ പലപ്പോഴും ദൈവം നമുക്ക് തരുന്ന കഷ്ടതകളെ നമ്മൾ തൂത്ത് കളയേണ്ടതല്ല. ഇപ്പോൾ ഫിസിക്കലായിട്ടൊരു സിക്നസ് വന്നു, ഒരു ജലദോഷം വന്നു, ഒരു പനി വന്നു, മരുന്ന് മേടിക്കുന്നത് അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ദാറ്റ്സ് ഡിഫറെന്റ്. പക്ഷെ മാനസികമായി മനസ്സിനകത്ത്, കാരണം നമ്മുടെ വിശദീകരണം, ഈ പ്രാണന്റെ വിശദീകരണം നടക്കുന്ന സമയത്ത് the torture that we feel, അതൊരു സിക്നസിന്റെ തലത്തിലേക്ക് പോകണമെങ്കിൽ we need to get medicine. പക്ഷെ ഈ വിഷമം, വേദനകൾ, കഷ്ടതകൾ, ഏകാന്തത, ഇതിനൊന്നും നമ്മൾ മാനുഷികമായിട്ട് പരിഹരിക്കാൻ നോക്കുകയല്ല വേണ്ടത്. ആ സമയത്ത് എനിക്ക് എന്തെല്ലാമാണോ ലോകത്ത് നഷ്ടമായത് അതിന്റെ എല്ലാം പകരം കർത്താവ് എനിക്കുണ്ട് എന്നുള്ളതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. സകലത്തിനും അപ്പുറത്ത്. ഇപ്പൊ നമുക്ക് പറയാൻ ഇതെല്ലാം എളുപ്പമാണ്, പക്ഷെ കഷ്ടതയിൽ നമ്മളെ കടത്തി വിട്ട് യേശു മാത്രം എനിക്കുള്ളൂ എന്നുള്ള ആ ഒരു ഡിപ്പെൻഡൻസിലേക്ക് നമ്മളെ തീർച്ചയായിട്ടും കൊണ്ടുവരും. സോ സഫറിങ് പ്രൊഡ്യൂസസ് ക്യാരക്ടർ. കഷ്ടത സഹിഷ്ണുതയെ ഉണ്ടാക്കുന്നു. ടോളറൻസ്. കഷ്ടത സഹിഷ്ണുത ഉണ്ടാക്കുന്നു, സഹിഷ്ണുത സിദ്ധത ഉണ്ടാക്കുന്നു. ആൻ അപ്രൂവ്ഡ് ബിഹേവിയർ. ദൈവത്തിന് ഇഷ്ടമുള്ള പെരുമാറ്റത്തെ ഉണ്ടാക്കുന്നു. അപ്പൊ കഷ്ടതയുടെ കടന്നു പോകുന്നതാണ് സഹിഷ്ണുത. സഹിഷ്ണുതയുടെ കൂടെ സിദ്ധത. സിദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്യാരക്ടർ ദാറ്റ്സ് അപ്രൂവ്ഡ് ബൈ ഗോഡ്. ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്ന സ്വഭാവം ഉണ്ടാകും. അപ്പൊ ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്ന സ്വഭാവത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? പ്രത്യാശ ഉണ്ടാകും. അപ്പൊ ശരിക്കും തേജസ്സുമായിട്ടാണ് ഇവിടെ എപ്പോഴും കഷ്ടതയെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാതെ എങ്ങനെയാണ്. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം തേജസ്സിലേക്ക് ഞങ്ങളെ എത്തിക്കുന്നു. ഈ ആരോ മാർക്കിൽ എന്തെല്ലാം ഉണ്ട്? ഈ കഷ്ടം എന്ന് കഴിഞ്ഞ് ഇതിനകത്ത് എന്തെല്ലാം ഉണ്ട്? സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ, തേജസ്. അപ്പൊ കഷ്ടതയിലൂടെ സഹിഷ്ണുതയും, സഹിഷ്ണുതയിലൂടെ സിദ്ധതയും, സിദ്ധതയിലൂടെ പ്രത്യാശയും, പ്രത്യാശയിലൂടെ തേജസ്സും. ഇവിടെ പൗലോസ് പറയുന്നത് അത് തന്നെയാണ്. കഷ്ടത നമ്മളെ ലീഡ് ചെയ്യുന്നത് ഈ ലോകത്തോട് എതിരായിട്ടുള്ള നിത്യതയിൽ നമ്മൾ അനുഭവിക്കേണ്ട ആ വലിയ തേജസ്സിലേക്കാണ്. ഈ ലോകത്തെ കഷ്ടങ്ങൾ നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? പണ്ട് കാലത്ത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോൾ, കേരളത്തിൽ പണ്ട് നടക്കുമായിരുന്നാ പറയുന്നത്, എനിക്കങ്ങനെ അറിയത്തില്ല, ഈ പെൺകുട്ടിയുടെ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റും വീട്ടിൽ നിന്ന്. അതിനർത്ഥം എന്താ വെച്ചാൽ ഇനി നീ ഇങ്ങോട്ട് വരണ്ടെന്നുള്ളതാണ്. പൊയ്ക്കോ, നിന്നെ പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞു കേട്ടേക്കുന്ന കേട്ടോ, എനിക്കറിവില്ല. അതുപോലെ കഷ്ടങ്ങൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കഷ്ടങ്ങൾ നമ്മളോട് പറയുന്നത് നീ വിട്ടുപോയിക്കോ, ഇത് നിന്റെ നാടല്ല. ഈ ലോകം നമ്മളോട് പറയുവാണ് ഇത് നിന്റെ നാടല്ല, നിനക്ക് വേറൊരു നാടുണ്ട്. ഇവിടെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു വിശ്വാസത്തിലേക്ക് തോന്നുന്നത് ദിസ് ഇസ് നോട്ട് മൈ പ്ലേസ്, ഐ ഹാവ് അനദർ പ്ലേസ്. അപ്പൊ നൊടി നേരത്തേക്കുള്ള ലഘുവായ ഈ കഷ്ടം അത്യന്തനവധിയായ തേജസ്സിന്റെ ഒരു ലോകത്തിന്റെ കാഴ്ചയാണ് നമ്മളെ കാണിച്ചത്. ഇതൊക്കെ കഷ്ടം അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇതിങ്ങനെ ആരെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ കഷ്ടം അനുഭവിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു തരേണ്ടി വരും. കഷ്ടം ഈസ് ഓൾവേസ് പെയിൻഫുൾ. കഷ്ടം എപ്പോഴും വേദന. ആ സമയത്ത് എനിക്ക് ആശ്വാസം കണ്ടെത്താൻ പറ്റാതെ വരും. അപ്പൊ വേറൊരാൾ എന്നെ ആശ്വസിപ്പിക്കാനുണ്ടാവും. നമ്മൾ ആരെങ്കിലും മരിച്ചു നമ്മൾ പറയും, ഓ വിഷമിക്കണ്ട ബ്രദറെ, കർത്താവിന്റെ അടുത്തോട്ടല്ലേ പോയേക്കുന്നേ അല്ലേ പറയല്ലേ? പറയും. ഇയാളുടെ വീട്ടിൽ ആരെങ്കിലും മരിക്കുമ്പോൾ കാണാൻ എന്തായിരിക്കും എപ്പോഴാണോ. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ദൈവത്തിന്റെ ഒരു എക്കണമി അങ്ങനെയാണ്. നമ്മൾ വേറൊരാൾ ആശ്വസിപ്പിക്കും, അവർ നമ്മളെ ആശ്വസിപ്പിക്കും. ഒരാൾ മുറിവേറ്റിരിക്കുമ്പോൾ ദൈവം വരും.
ആ വചനം എന്നെ ആശ്വസിപ്പിക്കും. അതുപോലെ തന്നെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്ന പോലെ തന്നെ അതേ വചനം വേറൊരാൾ വിഷമിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ എനിക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ശുശ്രൂഷയിൽ നമ്മൾ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതെല്ലാം താൽക്കാലികമല്ലേ ബ്രദറെ, എല്ലാവരും മരിക്കേണ്ടതല്ലേ, എല്ലാവരും കഷ്ടങ്ങളിലൊക്കെയല്ലേ പോകുന്നത്. പക്ഷെ ആർക്കും എടുക്കാൻ പറ്റാത്തൊരു അവകാശം നമുക്കുണ്ടല്ലോ, ക്ഷയവും വാട്ടവും മാലിന്യവും ഇല്ലാത്തൊരു അവകാശം ഉണ്ടല്ലോ. ക്ഷയിച്ചു പോകുന്ന ഇതിനെല്ലാം എന്ത് സംഭവിച്ചാൽ എന്നാ എന്ന് ചോദിക്കാൻ എപ്പോഴും നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ടാകണം. പ്രത്യാശയിൽ ബലമുള്ള ആളുകൾ അവർ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കണം. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്ത അനവധിയായ ആ നിത്യ തേജസ്സിന്റെ ഘനം ഞങ്ങൾക്ക് ലഭിക്കുവാൻ കാരണമായി തീർന്നു എന്ന് പൗലോസ് പറയും. അപ്പം കാരണമായി തീരും. ദാറ്റ്സ് ദെയർ ഹോപ്പ്. ഓക്കെ, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം, എപ്പോഴുമുള്ള ഒരു ഘനം, നിത്യമായ ഘനം, മാറ്റം വരുത്തില്ല. നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൊമോഷൻ ഒന്നുമില്ല. എന്ത് കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് മേടിച്ചോണം. എത്ര തേജസ് വേണം ഇവിടെ നിന്ന് കിട്ടണം, എത്ര വിശദീകരണം ഉണ്ടെങ്കിൽ ഇവിടെ സംഭവിക്കും. സ്വർഗത്തിൽ ചെഞ്ഞാൽ പിന്നെ ഇറ്റേണിറ്റി ടൈം ഇല്ലാത്തതുകൊണ്ട് ആ ഘനം നമുക്ക് ലഭിക്കുന്ന തേജസ്സിന്റെ ഘനം നിത്യമാണ്, ഇറ്റേണൽ. ദർ ഇസ് നോ ആൾട്ടറേഷൻ ആഫ്റ്റർവേർഡ്സ്. അപ്പൊ ആ തേജസ് എന്ന് പറയുന്നത് നമുക്ക് വരാനിരിക്കുന്ന അത്യന്തനവധിയായ തേജസ്സിന് കാരണമാകുന്നത് ഞാൻ കടന്നു പോകുന്ന ഈ വഴിയിലുള്ള കഷ്ടങ്ങളാണ്. ആ കഷ്ടങ്ങൾ എങ്ങനെ എനിക്ക് തേജസ് തരുന്നത്? ഇത്തരം കഷ്ടം അനുഭവിച്ച ആളല്ല അതുകൊണ്ട് തേജസ്, അങ്ങനെയല്ല. കഷ്ടതയിലൂടെ സഹിഷ്ണുതയും സ്ഥിരതയും. ഈ ലോകം അന്യമെന്ന് മനസ്സിലായി. ഇപ്പൊ കൊറോണ വന്നപ്പോ കുറെ ആൾക്കാർക്ക് മനസ്സിലായില്ലേ ഈ ലോകം അന്യമെന്ന്? മനസ്സിലായി, ഒത്തിരി പേർക്ക് മനസ്സിലായി. കാരണം ഇവിടെ കഷ്ടപ്പെട്ട് വീട് വെച്ച് ഇവിടെ അവധി കഴിഞ്ഞൊന്ന് താമസിക്കാൻ ഒത്തിരി ആൾക്കാർ കേരളത്തിന്റെ വെളിയിൽ പല മലയാളികളും മരിച്ചുപോയി അല്ലെ? ഒത്തിരി പേര് മരിച്ചുപോയി. എത്ര പേരാ? കേരളത്തിൽ വളരെ കുറച്ച് ആൾക്കാരെ മരിച്ചുള്ളൂ, പക്ഷെ മലയാളികൾ എത്രയോ പേര് മരിച്ചുപോയി. എന്തെല്ലാം സ്വപ്നങ്ങളോടുകൂടി അവരെല്ലാം ജീവിച്ചു. വിശ്വാസികൾ അവിശ്വാസികൾ എല്ലാം ഉണ്ടായിരുന്നു അല്ലെ? ഇതെല്ലാം നമ്മൾ പറയുന്നത് എന്താ? എന്ത് സ്വപ്നം കണ്ടാലും എല്ലാം താൽക്കാലികമാണ്. ഇതിലൊന്നും ആശ്രയിക്കാൻ പറ്റത്തില്ല. എത്രയോ സ്വപ്നങ്ങളല്ലേ, എത്രയോ പ്ലാനുകളാണ്. ഇപ്പൊ ഞാൻ ഈ ആഴ്ച അവസാനം അമേരിക്കയിലോട്ട് പോകേണ്ടതാണ്. എനിക്ക് 100% ഭയങ്കര സന്തോഷമുള്ളൂ. കാരണം അമേരിക്കയിൽ പോയാൽ എത്ര പേരോട് സംസാരിക്കും, അതിനേക്കാൾ എത്രയോ ഇരട്ടി ആൾക്കാരോട് ഈ സൂമിലൂടെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഗോഡ്സ് വേർഡ് സ്പ്രെഡ്സ്. അപ്പൊ ഇതൊന്നും നിത്യമായ ഒന്നല്ല, ഇതെല്ലാം ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഈ കഷ്ടങ്ങളാണ്. ഇപ്പൊ കൊറോണ ഒത്തിരി ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ട്, ഒത്തിരി പേര് വചനം കേൾക്കുന്നുണ്ട്. എന്താ പഠിപ്പിക്കുന്നത്? നമ്മൾ എന്ത് കരുതി വെച്ചാലും ഒരു നിമിഷം മതി ഇതെല്ലാം പോകാൻ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വീട് വെച്ച് നല്ലൊരു വീട്ടിൽ താമസിക്കണം ആഗ്രഹമില്ലേ? എത്ര നാൾ താമസിക്കുന്ന ഗ്യാരണ്ടി ഇല്ല. നമ്മൾ നല്ല ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ അധ്വാനിച്ചതിന്റെ ഫലം, ഞാൻ നിർമ്മിച്ചുണ്ടാക്കിയ എന്റെ ബാബിലോൺ എന്നൊക്കെ പറഞ്ഞ് നോക്കണം എന്ന് ആഗ്രഹം തോന്നില്ലേ? അങ്ങനെ നോക്കിട്ടോ, ഞാൻ നിർമ്മിച്ചുണ്ടാക്കിയ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറകെ കർത്താവേ സ്തോത്രം എന്നും പറയും. അത് പറയും കേട്ടോ, അത് പറയാതിരിക്കാനാ. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ തോന്നും ഞാൻ ഉണ്ടാക്കിയതെന്നാ തോന്നുന്നല്ലേ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ എത്ര നാളെന്നറിയില്ല. അത് കർത്താവ് റിച്ച് യങ് ഫൂളിനോട് പറയുന്നത്. ഞാൻ കഴിഞ്ഞ സൺഡേ സംസാരിച്ചൊരു വിഷയമായിരുന്നത്. റിച്ച് യങ് ഫൂൾ, അതായത് ധനവാനായ വിഡ്ഢിയോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ന് രാത്രി വേണമെങ്കിലും നിന്റെ ആത്മാവിനെ, നിന്റെ ജീവനെ എനിക്ക് ചോദിക്കാം. അപ്പോൾ ശരിക്കും കഷ്ടത, രോഗം, ഇതെല്ലാം നമുക്ക് റിമൈൻഡേഴ്സ് ആണ്. റിമൈൻഡേഴ്സ് എന്താ റിമൈൻഡ് ചെയ്യുന്നത്? ഈ ലോകം ഒരു തേജസ്സും ഇല്ല, ഒരു തേജസ്സും ഇല്ല. അപ്പൊ താൽക്കാലികമായ ഒരു നമുക്ക് വിശദീകരണം പ്രാപിക്കാനും, ഈ കഷ്ടത ഇല്ലെങ്കിലോ മരണം ഇല്ലെങ്കിലും നമുക്ക് വിശദീകരണം പ്രാപിക്കാൻ പറ്റില്ല. ഇതെല്ലാം ദൈവത്തിന്റെ അസംബ്ലിങ് ഓഫ് അവർ ലൈഫ്, ഭയങ്കര പെർഫെക്ഷൻ. ഇപ്പൊ ഞാൻ രക്ഷയിൽ വന്ന കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. അതായത് ഭയങ്കര കോയിൻസിഡൻസ് ആ മനുഷ്യന് പറയാൻ പറ്റുള്ളൂ. അത്ര ഷാർപ്പായിട്ടുള്ള ഒരു നടപ്പാണ് ഇത് തന്നെ. ഇന്ന് 26 വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഓ മൈ ഗോഡ്, എന്തൊരു യാത്രയായിരുന്നു. അതിനകത്ത് എന്റെ പങ്ക് ഒന്നും ഇല്ല എന്ന് വേണേൽ പറയാം. ഐ വാസ് ഓൾവേസ് എ റിബൽ. എനിക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കാനില്ല. പക്ഷെ ദൈവത്തിന്റെ മഹാകരുണ എന്ന് പറയുന്നത്, അവൻ മെറ്റിക്കുലസ് ആയിട്ട് ഞാൻ നടക്കേണ്ടുന്ന വഴികളിൽ, കഷ്ടതയുടെ വഴികളിൽ, സന്തോഷത്തിന്റെ വഴികളിൽ, ആശ്വാസത്തിന്റെ വഴികളിൽ എല്ലാം ഇടകലർത്തി ഓരോന്നും, രാവിലെ ഇന്ന മെഡിസിൻ, ഉച്ചയ്ക്ക് ഇന്നത് എന്ന് പറഞ്ഞ് ഓരോ ദിവസവും നമ്മളെ നടത്തി ഇങ്ങനെ ആക്കി എടുത്തു. ഒന്നും
ഇനി ഏതിലെല്ലാം പോകണം മരിക്കുന്നവരെ. അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി ഓരോ ദിവസവും വെച്ചിരിക്കുന്ന ആ ഡിസിപ്ലിനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിന് അത് വലിയ കഷ്ടമായിട്ട് അനുഭവപ്പെടും, വേദനയായിട്ട് അനുഭവപ്പെടും, മരണ ഭയം, ചിലപ്പോൾ നമ്മുടെ ശക്തിക്കപ്പുറത്തുള്ള ഭയത്തിലേക്ക് നമ്മൾ ചില സമയത്ത് വിശ്വാസികൾക്ക് തന്നെ പോകാം. ഇനി ഭീരുത്വം പോലും പാപമാണ് ദൈവത്തിന് മുമ്പിൽ. അപ്പൊ നമ്മുടെ ആ പ്രകൃതത്തിനകത്തുള്ള പാപം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പക്ഷെ അവിടെ നിന്ന് എല്ലാം ദൈവം നമ്മളെ രക്ഷിക്കുന്നത് പല വിശുദ്ധീകരണത്തിന്റെ ടൂൾസ് ഉപയോഗിച്ചാണ്. വിശുദ്ധീകരണത്തിന് പല ടൂൾസ് ദൈവം ഉപയോഗിക്കുന്നുണ്ട്. മീൻസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയും. അതിലൊന്ന് സഭയ്ക്കകത്ത് നടക്കുന്ന ശുശ്രൂഷകളാണ്. പ്രസംഗങ്ങള്, അപ്പം നുറുക്കല്, സ്നാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ. പിന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലൂടെയാണ്. ചിലപ്പോൾ അവർ നമ്മൾ പറയുന്നത് മനസ്സിലാവില്ല, അപ്പൊ നമുക്ക് വിഷമം തോന്നും, അവർ നമ്മളെ സ്നേഹിക്കുന്നില്ലെന്ന് തോന്നും, ഇങ്ങനെയൊക്കെ തോന്നും. അപ്പൊ ഇതെല്ലാം കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നമ്മളെ തള്ളി 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 വിടുവാണ്. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എന്തെങ്കിലും ഒരു സ്ട്രഗിള് ഈ ലോകത്ത് വന്നാണ് നമ്മൾ കർത്താവിലേക്ക് ഒട്ടിപ്പിടിക്കുന്നത്. വിശ്വാസത്തിൽ വരുന്നതിന് ഒരു പക്ഷേ സ്ട്രഗിൾ ആവശ്യമില്ലായിരിക്കാം, പക്ഷെ കർത്താവിന്റെ അടുത്തേക്ക് ചേർന്ന് 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 നമ്മൾ വരുന്നത് നിത്യജീവന്റെ ആ റിച്ചസിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഉറപ്പായിട്ടും സഹോദരങ്ങളെ അത് ദൈവത്തിന്റെ ഇടപെടലിലൂടെയാണ്. നൊടി നേരത്തേക്കുള്ള ചെറിയ, ഇപ്പൊ നമ്മൾ ഇങ്ങനെ വിചാരിച്ചു ഒരു അതിന് വേറൊരു സൈഡിൽ ഇങ്ങനെ ചിന്തിക്കാം. ഒരു ചെറിയ കഷ്ടം പോലും, നൊടി നേരത്തേക്ക് വരുന്ന ഒരു കുഞ്ഞു കഷ്ടം പോലും അത്യന്തനവധിയായ തേജസ്സിലേക്ക് നമ്മളെ നടത്താൻ കഴിവുള്ളതെന്ന് പറയുന്നത്. ഒരു കുഞ്ഞു കഷ്ടം എടുത്ത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവായിട്ട് ഒരു വഴക്കുണ്ടായി, അല്ലെങ്കിൽ എന്നെ മോശമായിട്ട് സംസാരിച്ചു, അയൽവക്കാർ ചീത്ത പറഞ്ഞു, ഒരൊറ്റ കുഞ്ഞു കഷ്ടം. ഇന്ന് നിങ്ങൾ അനുഭവിച്ച ഏതെങ്കിലും ഒരു കഷ്ടം എടുത്ത് നോക്കി, ആ ഒരു നൊടി നേരത്തേക്കുള്ള കുഞ്ഞു കഷ്ടം പോലും അവിടെ ഞാനല്ല, ക്രിസ്തു അത്രേ, കർത്താവെ ഞാൻ മരിച്ചു, നീയാണ് ജീവിക്കുന്നതെന്ന് എന്റെ ഹൃദയത്തിനകത്തൊരു ഫെയ്ത്ത് ഉണ്ടാകുമ്പോൾ അതെനിക്ക് ഭയങ്കരമായ തേജസ്സിലേക്കാണ് നടത്തുന്നത്. അപ്പൊ ഓരോ അനുഭവങ്ങളും പ്രശസ്തമാണ്. വിശ്വാസിയെ സംബന്ധിച്ച് ഓരോ അനുഭവങ്ങളും പ്രശസ്തമാണ്. അവരനുഭവിക്കുന്ന ഓരോ കഷ്ടവും പ്രശസ്തമാണ്. അവിടെ ഒന്നും അവരുടെ കർത്താവ് അവരെ കൈവിടുന്നില്ല എന്ന് മാത്രമല്ല, അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തത്തിലേക്കും ലോകത്തിന്റെ മോഹത്താൽ ഉണ്ടാകുന്ന നാശം വിട്ടൊഴിഞ്ഞ് ഈ ലോകത്തിൽ നിന്നുള്ള രക്ഷയ്ക്കുമായിട്ടാണ് ഈ കഷ്ടതകൾ വരുന്നത്. നമുക്ക് പോയി മനഃപൂർവ്വം പോയി കുറച്ച് വേദന അനുഭവിച്ചിട്ട് അങ്ങനെ കർത്താവിനെ പോലെ ആകാൻ പറ്റത്തില്ല. അവൻ തരുന്നത് സ്വീകരിക്കണം. അതാണ് അവൻ തരുന്നത് സ്വീകരിക്കുന്നിടത്താണ് നമ്മൾ കഷ്ടത സെലക്ട് ചെയ്തതിന് അർത്ഥം എന്താ? കർത്താവ് തരുന്നതല്ല നമ്മൾ സ്വീകരിക്കുന്നത്, നമ്മളാണ് തീരുമാനിക്കുന്നതാണ്. അവിടെ വിശദീകരണം ഒന്നും നടക്കില്ല. 18-ാം വാക്യം പറയാണ്, എങ്ങനെയാണ് ഈ കഷ്ടത്തിലൂടെ പോകുമ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? മനസ്സിലേക്ക് വരുന്നത് കാണുന്ന ഒരു കാര്യവും ഞങ്ങളുടെ അല്ല, കാണുന്നതിനെ ഞങ്ങൾ നോക്കുന്നതേ ഇല്ല. അത് കൊള്ളാം, കാണുന്നതിനെയല്ലേ നോക്കാൻ പറ്റുള്ളൂ. പക്ഷെ പൗലോസ് പറയാണ് കാണുന്നതിനെ ഞങ്ങൾ നോക്കുന്നില്ല. കാരണം എന്താ? അത് താൽക്കാലികമാണ്. കാണുന്നതിനെ നിങ്ങൾ നോക്കിക്കേ, ഉറപ്പായിട്ടും കഷ്ടങ്ങളുടെ സമയത്ത് നമുക്ക് ആശ്വസിക്കാൻ പറ്റത്തില്ല. മനുഷ്യരെ നിങ്ങൾ നോക്കിയാൽ കഷ്ടങ്ങളുടെ സമയത്ത് ആശ്വസിക്കാൻ പറ്റത്തില്ല. സാഹചര്യങ്ങളിലേക്ക് നോക്കിയാൽ കഷ്ടങ്ങളുടെ സമയത്ത് ആശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ കാണുന്നതിനെ ഞങ്ങൾ നോക്കുന്നില്ല, കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പൊ കാണാത്ത കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഞങ്ങൾ പലപ്പോഴും പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവാം. അത് പിന്നെയും ആവർത്തിക്കുക എന്ന് പറയുന്നത് അത്ര സമയം കളയുന്ന ഒരു ഇടപാടാണെങ്കിലും ഈ വിഷയത്തോട് വരുമ്പോൾ അത് കുറച്ചൊന്നും സംസാരിച്ചേ പറ്റുള്ളൂ. കാരണം ആ ഒരു ഭാഗം കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. ഈ കാണുന്നത് മാത്രമാണ് താൽക്കാലികം. നമുക്ക് അതും കൂടെ ഒന്ന് ചിന്തിക്കാം. കാണുന്നത് നിത്യം. ഈ കാണുന്നത് എന്നുള്ള വാക്ക് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് കണ്ട കാഴ്ച എന്നുള്ള അർത്ഥത്തിലല്ല.
നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്ന എല്ലാം, കേൾക്കുന്നത്, അനുഭവിക്കുന്നത്, തൊടുന്നത്, രുചിക്കുന്നത്. അപ്പൊ കാഴ്ച എന്നുള്ളത് ഇവിടെ ഇന്ദ്രിയങ്ങൾക്ക് പകരം, അതായത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതെല്ലാം താൽക്കാലികം. രുചി താൽക്കാലികം. കൊറോണ വന്ന രുചി മനസ്സിലാവില്ലെന്നാ പറയുന്നത്, അത് താൽക്കാലികം അല്ലെ? അപ്പോൾ ഇതെല്ലാം താൽക്കാലികം. കാണുന്നത് എന്തും, അനുഭവിക്കാൻ പറ്റുന്നതും, ഇന്ദ്രിയങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നതെല്ലാം, ഇന്ദ്രിയങ്ങളാൽ നമുക്ക് ലഭിക്കുന്നതെല്ലാം താൽക്കാലികം. ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. 5. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാം താൽക്കാലികം. ആലോചിച്ച് നോക്കി, താൽക്കാലികമല്ലാത്തതൊന്നും നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേടാൻ കഴിയില്ല. ഓക്കെ, ഇതാണ് ശരിക്കും നമ്മൾ വിശ്വാസ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സ്ട്രഗിൾ. ഇനി കാണാത്തതുണ്ടെന്ന്, കാണാത്തത് നിത്യം. അപ്പൊ നിത്യമായത് നമുക്ക് ലഭിക്കാൻ എന്ത് വേണം? ഇത് ലഭിക്കാൻ നമുക്ക് ഈ കാണാത്തതും നിത്യമായത് ലഭിക്കുന്നതിന് എന്ത് വേണം? ചിന്തിച്ചു നോക്കി. കാണുന്നത് ലഭിക്കാൻ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, കാണാത്തത് ലഭിക്കുന്നത് എങ്ങനെയാ? ഞാൻ ഇത് വിശ്വാസം എന്നതിന്റെ വിശദീകരണമായിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് തന്നെ. അപ്പൊ കാണാത്ത കാര്യങ്ങളെ നമുക്ക് നിത്യമായ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ കാണുന്നതെല്ലാം നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേടുന്നു, കാണാത്തതോ വിശ്വാസത്താൽ നേടും. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാവുന്ന ഒന്നിനെയുമല്ല നമ്മൾ വിശ്വാസത്താൽ ലക്ഷ്യമിടുന്നത്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാവുന്ന ഒന്നിനെയുമല്ല, പിന്നെയോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ പറ്റാത്തത്, കാണാത്തത്, ആത്മാവിൽ വിശ്വാസത്താൽ മാത്രം അറിയാൻ പറ്റുന്നത്, നിത്യമായത്, മാറ്റമില്ലാത്തത്, പുറമേ ഉള്ളത്. ഇതെല്ലാം പുറമേ ഉള്ളത്, ക്ഷയിച്ചു പോകുന്നത്. ഇത് അകമേ ഉള്ളത്, ക്ഷയിച്ചു പോകാത്തത്. അപ്പൊ ക്ഷയിച്ചു പോകാത്തതിനെ, നിത്യമായതിനെ, ഇതെല്ലാം ക്ഷയിച്ചു പോയാലും എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന പൗലോസ് പറഞ്ഞു. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് പെരിഷ്, ലെറ്റ് ദ വേൾഡ് മൂവ് അവേ, ഗോ അവേ. ഞാൻ ചത്തുപോട്ടെ, ഇവിടെ നിന്നും ഒരു കുഴപ്പമില്ല. My life may be removed, even if my life may be removed, no problem, I don't care. കാരണം അഴിഞ്ഞു പോകാത്തതും നിത്യമായതും കണ്ണിന് കാണാത്തതും ഞങ്ങൾ ഇത്രയും നാളും വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് നേടിയെടുത്തതുമായ ആ അദൃശ്യമായ നിത്യമായ ധനത്തെ തൊടാൻ ആർക്കും സാധിക്കില്ല. അപ്പൊ ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന വേദനകളെയാണ് കഷ്ടം എന്ന് പലപ്പോഴും നമ്മൾ പറയുന്നത്. ആണോ? നമുക്ക് കാണാത്ത കാര്യങ്ങളാണോ കഷ്ടം തരുന്നത്? കാണുന്ന കാര്യങ്ങളാണോ കഷ്ടം തരുന്നത്? കാണുന്ന കാര്യങ്ങൾ. അപ്പൊ ഇവിടെ അനുഭവിക്കുന്ന ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ നിന്ന് വരുന്ന സാധനങ്ങൾ, നമ്മൾ കഷ്ടങ്ങൾ എന്ന് പറയുന്നത്, അത് അനുഭവിക്കും തോറും നമ്മൾ നീങ്ങുന്നത് കാണാത്തതിലേക്കാണ്. ഇങ്ങനെയാണ് നമുക്ക് നിത്യ തേജസ് ലഭിക്കുന്നത്. അപ്പൊ കാണാത്തതിനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു പറയുമ്പോൾ എന്താണ് കാണാത്തത്? നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. കാണാത്ത കാര്യങ്ങൾ എന്നാൽ നമുക്ക് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് പെട്ടെന്ന് പറയാം. കാണാത്ത കാര്യങ്ങൾ. ഈ കാണാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാം. കർത്താവ് നമ്മുടെ നടുവിലുണ്ട്, കാണുന്നില്ല. പിന്നെ അങ്ങനെ പല കാര്യങ്ങൾ പറയാം. പക്ഷേ ഇവിടെ നിത്യമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിനും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ കാണാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചുമ്മാ നമുക്ക് നമ്മുടെ കണ്ണ് തുറന്നു നോക്കിയാൽ കാണാത്ത കാര്യങ്ങൾ എന്നുള്ള അർത്ഥത്തിലല്ല. നിത്യമായ കാര്യങ്ങൾ, അതായത് വിസിബിൾ വേൾഡുമായിട്ട് ബന്ധമില്ലാത്ത സമയത്തിനപ്പുറത്തുള്ള കാര്യങ്ങളെയാണ് ഇവിടെ കാണാത്ത കാര്യങ്ങൾ. അങ്ങോട്ട് നമുക്ക് എത്താൻ വിശ്വാസത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇന്നത്തെ സഭകളിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് വിശ്വാസം നമ്മളെ നയിക്കുന്നത് കാണുന്ന ലോകത്തിലേക്കാണ്. ഇത് വ്യാജ വിശ്വാസമാണ്. അപ്പൊ കാണുന്ന ലോകത്തിലേക്ക്, അതിന്റെ അവസ്ഥകളിലേക്ക് നമ്മൾ എത്തിക്കുന്ന, ആ പ്രോമിസുകളിലേക്ക് നമ്മൾ എത്തിക്കുന്ന വിശ്വാസം വ്യാജം എന്ന് പറയാൻ പറ്റില്ല. അതൊരു ഇന്നാഡിക്വേറ്റ്, പോരാ. ദാറ്റ്സ് നോട്ട് ദ റിയൽ ഫെയ്ത്ത്. ഓക്കെ, അതൊരു വിശ്വാസത്തിന്റെ ചെറിയ ഭാഗം മാത്രമാണ്. അതുകൊണ്ട് നിത്യമായ പ്രയോജനങ്ങളൊന്നുമില്ല. അപ്പൊ കാണാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് നിത്യമായ കാര്യങ്ങളാണ്. എന്താണ് നിത്യമായ കാര്യം? ഈ നിത്യമായ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ സർവജ്ഞാനത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ്. എങ്ങനെയാണ് ദൈവത്തിന്റെ സർവജ്ഞാനം നമ്മൾ മനസ്സിലാക്കുന്നത്? ഞാനിത് പലപ്പോഴും വരച്ച് കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ടൈം എന്ന ലൈൻ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ സർവജ്ഞാനം എന്താ ചെയ്യുന്നത്?
ഈ വരയുടെ ഓരോ പോയിന്റിലേക്കും ദൈവത്തിന്റെ കണ്ണും മനുഷ്യന്റെ കണ്ണും എങ്ങനെയാണ്? ദൈവത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ഒരേ സമയത്ത് തന്നെ, അവിടെ സമയം എന്ന് പറയുന്ന പോലും ശരിയല്ല, ഭൂതകാലം, ഭാവി കാലം, വർത്തമാനകാലം, ഒരേ സമയത്ത് തന്നെ, ഒരേ നോട്ടത്തിൽ തന്നെ ദൈവത്തിന് എന്തെല്ലാം കാണാം? ഭൂതവും ഭാവിയും വർത്തമാനവും കാണാം. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. മനുഷ്യന്റെ പ്രത്യേകത എന്താ? മനുഷ്യൻ ഓരോ സമയത്തും അവന്റെ പ്രസന്റിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അനുഭവിക്കാൻ പറ്റൂ. പ്രസന്റിനെ മാത്രം അനുഭവിക്കാൻ പറ്റും. സെൻസ് കൊണ്ടും ശരീരം കൊണ്ട് അനുഭവിക്കാൻ പറ്റും. കാണുമ്പോഴും പ്രസന്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. ഇപ്പൊ എങ്ങനെയാണ് ഇതേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോ പോയിന്റിലുമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവ് അങ്ങനെയല്ല. കർത്താവിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് സകലത്തെ ഒരേ സമയത്ത് കാണാവുന്ന ദൃഷ്ടിയാണ്. അപ്പൊ സകലത്തെ ഒരേ സമയത്ത് കാണാമെങ്കിൽ നമ്മൾ ആരും കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഒരിക്കലും മറഞ്ഞിരിക്കുന്നില്ല. അവന്റെ കണ്ണിൽ നിന്ന് ഒരിക്കലും നമ്മൾ മറഞ്ഞിരിക്കുന്നില്ല. എപ്പോഴും അവന്റെ കണ്ണ് നമ്മുടെ ചുറ്റും. അത് എന്ന് തൊട്ടുണ്ട്? ലോകസ്ഥാപനത്തിന് മുൻപ് തൊട്ടുണ്ട്. എന്ന് വരെയുണ്ട്? നമ്മൾ തേജസ്സോടെ അവന്റെ മുമ്പിൽ നിൽക്കുന്നത് വരെയുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. അവന്റെ ദൃഷ്ടിയിൽ നിന്ന് നമ്മൾ മാഞ്ഞു പോകുന്നില്ല. അവന്റെ ദൃഷ്ടിയിൽ നമ്മൾ ഇല്ലാതിരിക്കുന്നില്ല. ഇപ്പോഴും അവന്റെ കണ്ണ് എന്റെ മേലിലുണ്ട്. ഇപ്പോഴും അവന്റെ കണ്ണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മേലിലുണ്ട്. കാരണം എന്താ? അവന്റെ കണ്ണ് ഒരിക്കലും, അത് ഈ സമയത്തല്ല, അത് എപ്പോഴും അങ്ങനെ തന്നെ. ഒരേ സമയത്ത് തന്നെ ദൈവത്തിന് ഭൂതകാലവും വർത്തമാനകാലവും ഭാവികാലവും അറിയാം. അപ്പൊ ഇവിടെ രക്ഷയെ കുറിച്ച് നമ്മുടെ പ്രോമിസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ദൈവം അറിയുന്നു എന്ന് ഞാൻ പറയുമ്പോൾ, ഈ നിൽക്കുന്ന എന്നെ, ഇത് ഞാനാന്ന് വെച്ചോ, ഇവിടെ നിൽക്കുന്നു, ഈ നിൽക്കുന്ന എന്നെ ദൈവം അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എങ്ങനെ അറിയുന്നു എന്നാ? എവിടെ അറിയുന്നു എന്നാ? ഇവിടെയും 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 എല്ലായിടത്തും അറിയുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം നിത്യതയിൽ ദൈവം എന്നെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? സമയത്തിനപ്പുറത്തെ നിത്യതയിൽ ദൈവം എന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ കാഴ്ചയിൽ എന്തുണ്ട്? നിങ്ങളെ കണ്ടിട്ടുണ്ടോ ദൈവം സമയത്തിനപ്പുറത്തെ നിത്യതയിൽ? അറിയാമോ? എങ്ങനെ അറിയുന്നേ? ഈ പിക്ചറിന് തൽക്കാലം കിടക്കട്ടെ, ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, നിങ്ങളെ ദൈവം സമയത്തിന്റെ അപ്പുറത്ത് നിത്യതയിൽ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ പല ആൾക്കാർ ഈ പ്രസംഗം കേൾക്കുന്നവർ വിശ്വസിച്ചിരിക്കുന്നുണ്ട്. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഭയങ്കര വിഷമം തോന്നുന്നു, നിങ്ങളൊക്കെ ശരിക്കും സ്വർഗത്തിൽ പോകുന്ന ആൾക്കാരാണ്, നിങ്ങളൊക്കെ എന്ത് ഭയങ്കര ജീവിതം ജീവിക്കുന്നത്. ഞാൻ ആ തലയ്ക്കകത്ത് കൈവച്ചു പോയി. കാരണം പ്രസംഗം കേട്ടിട്ട് ഇങ്ങനെ മനസ്സിലാവുന്നത്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം, ഒരു മിനിറ്റ്. ദൈവം നിത്യതയിൽ നിങ്ങളെ കണ്ടിട്ടുണ്ടോ? ഉണ്ടായിരുന്നോ നിത്യതയിൽ? നിങ്ങൾ ഉറപ്പുണ്ടോ? എങ്ങനെ ഉറപ്പുണ്ട്? എങ്ങനെ ഉറപ്പിക്കാം? ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വാഗ്ദത്വമല്ലേ, നമുക്കൊന്നും പേടിക്കണ്ടല്ലോ. എങ്ങനെ ഉറപ്പിക്കാം? നിങ്ങൾ മ്യൂട്ടാണെന്ന് എനിക്കറിയാം, സംസാരിക്കില്ലെന്ന് അറിയാം. ഞാൻ ഇത്രയും സമയം തരുന്നത് ചിന്തിക്കാൻ വേണ്ടിയാണ്. ഒറ്റ കാര്യമുള്ളൂ, ആത്മാവ് എന്ന സീൽ, മുദ്ര, പുത്രത്വം, അത് നമുക്കുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ ചുമ്മാ ആത്മാവിനെ അശുദ്ധർക്കല്ല കൊടുക്കുന്നത്, വിശുദ്ധർക്ക് വീണ്ടെടുക്കപ്പെട്ടവർക്കാണ് അവൻ ആത്മാവിനെ കൊണ്ട് മുദ്രയിടുന്നത്. നിങ്ങൾ കർത്താവിനെ വെളിപ്പെടുത്തരുന്ന ആത്മാവ് നിങ്ങളെ സുവിശേഷത്തിന്റെ സത്യങ്ങളിലേക്കും കർത്താവിന്റെ വിശദീകരണത്തിലേക്ക് നയിക്കുന്നുണ്ടോ? ക്രിസ്തുവിനോടുള്ള ആ തേജസ്സിന് വേണ്ടിയുള്ള മോഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടോ? അത് ഒരു ഗ്യാരണ്ടിയാണ്. എന്താണ് ഗ്യാരണ്ടി? അവൻ നമ്മെ നിത്യതയിൽ കണ്ടു, തെരഞ്ഞെടുക്കും. ഐ ആം ദെയർ, ഐ വിൽ ബി ദെയർ എന്ന് പറയുന്ന പോലും തെറ്റാണ്. കാരണം നിത്യതയെ സംബന്ധിച്ച് അങ്ങനെ ടൈമില്ല. ഐ വിൽ ബി ദെയർ ഇൻ ഹെവൻ എന്നല്ല പറയുന്നത്, ഐ ആം വിത്ത് ഹിം. ഞാൻ അവന്റെ കൂടെ ആണ്. അതാണ് നമ്മൾ ഓൾറെഡി നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു പറയുമ്പോൾ അതിനർത്ഥം ഐ ആം വിത്ത് ഹിം ആണോ? അപ്പൊ പിന്നെ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നമുക്ക് സാരമില്ല. കാരണം ദൃശ്യ പ്രപഞ്ചത്തിൽ വരുന്ന കഷ്ടങ്ങൾ നമുക്ക് സാരമില്ലാത്തതിന്റെ കാരണം
The promise speaks to us that we are with him in heaven. എഫേസ്യർ 2:6 പറയുന്നു, നമ്മെ അവനോടുകൂടെ ഇരുത്തിയിരിക്കുന്നു. We are seated with him. അതാണ് എപ്പോഴുള്ള റിയാലിറ്റി. ഓക്കെ, അപ്പൊ പലപ്പോഴും സിജു ബ്രദർ, നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടായിരിക്കും. സിജു ബ്രദർ പറയുമ്പോൾ പറയാറുണ്ട്, പാപത്തെ കുറിച്ച് നിങ്ങൾ പറയരുത്, ക്രിസ്തുവിന്റെ പ്രകൃതത്തെ കുറിച്ച് മാത്രമേ പറയാവൂ. സത്യം പറയാൻ ശരി ഒരർത്ഥത്തിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫെയ്ത്ത് എപ്പോഴും നോക്കുന്നത് നമ്മുടെ പാപത്തിലേക്കല്ല, ഫെയ്ത്ത് എപ്പോഴും നോക്കുന്ന കർത്താവിലേക്കാണ്, പ്രോമിസസിലേക്കാണ്, വാഗ്ദത്തത്തിലേക്ക്. വിശ്വാസം എപ്പോഴും ഹെവൻവേർഡാണ്, ക്രിസ്തുവിലേക്ക് നോക്കുന്നതാണ്. അപ്പൊ നമ്മുടെ അഷുറൻസിലേക്ക്, നമ്മുടെ ഉറപ്പിലേക്കാണ് വിശ്വാസം എപ്പോഴും നമ്മളെ കൊണ്ടുപോകുന്നത്. നോട്ട് യുവർ വീക്ക്നെസ്സസ്. പക്ഷെ വീക്ക്നെസ്സസ് ഇല്ലെന്നല്ല അതിനർത്ഥം, ഇറ്റ് ഈസ് ദെയർ. ബട്ട് ഫെയ്ത്ത് നമ്മളെ അങ്ങോട്ടല്ല കൊണ്ടു ചെല്ലും. ഫെയ്ത്ത് എപ്പോഴും നമ്മളെ കൊണ്ടു ചെല്ലുന്ന ആ കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക്, കൃപാസനത്തിലേക്കാണ്. ആ ഒരു ഉറപ്പുള്ളവർക്ക് മാത്രമേ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ താങ്ങാൻ പറ്റൂ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് അത്രയും വലിയൊരു പ്രോമിസ് തരാതെ കർത്താവ് നിങ്ങളെ കഷ്ടതയോട് വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊരു ക്രൂവൽറ്റി ആയിരിക്കും, അല്ലെ? ഒരു അപ്പൻ അങ്ങനെ ചെയ്യൂ? സോ only with a promise we can overcome this suffering. അപ്പൊ കാണാത്ത കാര്യത്തെ കുറിച്ചുള്ള അഷുറൻസ് ആണ്, കാണാത്ത ഒരു കാര്യത്തെ കുറിച്ചുള്ള ഒരു അഷുറൻസ് ആണ്, നിത്യമായ കാര്യങ്ങളെ കുറിച്ച്, ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അഷുറൻസ് ആണ് ഈ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങളെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് സഹിക്കുവാൻ ദൈവം കൃപ തരുന്നു. വളരെ നിസ്സാരമായിട്ടൊക്കെ പറയാൻ എളുപ്പമാണ്, ബട്ട് അറ്റ് ദ എക്സാക്ട് ടൈം ഗോഡ് വിൽ ഗിവ് us ഗ്രേസ്. ഞാനത് മനസ്സിലാക്കി ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞ് മരിച്ചു പോകുന്ന സമയത്താണ് ഞാൻ ആ ഗ്രേസ് എന്താണെന്ന് മനസ്സിലാക്കി. ഞാൻ വളരെ ബലഹീനനായ ഒരു മനുഷ്യനാണ്. ബലഹീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിന്റെ ബലഹീനതയല്ല ഞാൻ പറയാം, എന്തെങ്കിലും ആർക്കെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു നെർവസ്നെസ്. അപ്പൊ അങ്ങനെ വളരെ ആൻസൈറ്റി ഉള്ള ഒരാളാണ്, ബലഹീനനാണ് അർത്ഥത്തിൽ. അത് വിശ്വാസത്തിന് ഭയങ്കര എതിരെ. പക്ഷെ കുഞ്ഞ് മരിക്കുന്ന സമയത്ത് മാനുഷികമല്ലാത്ത ഒരു അഷുറൻസ്, ഒരു കാംനെസ്, ഒരു സ്വസ്ഥത, അത് ദൈവത്തിന്റെ ആത്മാവിന് മാത്രം തരാൻ പറ്റുന്നു. ഞാൻ ഈ കണ്ണു തിരുമുന്നത് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ എം ക്രൈം, അല്ല. ഈ എന്താണെന്നറിയില്ല, ഒരു പുകയാണോ എന്താണോ കണ്ണു വല്ലാതെ ഇച്ചിങ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അത് അലർജി ആണോന്നും അറിയില്ല. എനിവേ, അപ്പോൾ ഈ ഒരു കാംനെസ്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായത്, അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു, ഞാൻ പണ്ടൊക്കെ എഴുതി വെക്കാം. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, രക്തസാക്ഷിയാക്കി എന്നെ മാറ്റണം എന്നൊക്കെ എഴുതി വെക്കുമായിരുന്നു. പക്ഷെ എനിക്കറിയാം എന്റെ ഉള്ളിൽ അതിനുള്ള ധൈര്യമൊന്നുമില്ല. നിങ്ങളുടെ ഉള്ളിൽ ധൈര്യം ഉണ്ടോ? ഇതൊന്നും മനുഷ്യനില്ല. പക്ഷെ തക്ക സമയത്ത് ദൈവം അവന്റെ മക്കൾക്ക് ആ ധൈര്യം കൊടുക്കും. അവർ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യും, മരിക്കുകയും ചെയ്യും. ഇതൊന്നും നമ്മുടെ ശക്തിയല്ല, ആ ദൈവം ആ തക്ക സമയത്ത് ആ കഷ്ടതയുടെ കൂടെ തരുന്ന ഒരു കൃപയാണ്, അവന്റെ റിസോഴ്സസിലേക്ക് നോക്കാനുള്ള കൃപ. അപ്പൊ എന്റെ ബലഹീനതയുടെ നടുവിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്, വി ആർ ലിവിങ് പ്രോമിസസ് ആൻഡ് വി ആർ ലിവിങ് ബൈ ഗോഡ്സ് റിസോഴ്സസ്. നമ്മുടെ ശക്തിയാലല്ല, നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തിയാലാണ് നമ്മൾ ജീവിക്കുന്നത്. പൗലോസ് പറയാണ്, നിത്യമായ വാഗ്ദത്തം ഞങ്ങൾക്കുള്ളതുകൊണ്ട് ആ വാഗ്ദത്തത്താൽ ഞങ്ങൾ ഈ കഷ്ടങ്ങളെ ജയിക്കും. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തനവധിയായ നിത്യ തേജസ്സിന്റെ ഘനം ഞങ്ങൾക്ക് ലഭിക്കുവാൻ കാരണം. അപ്പൊ കഷ്ടത്തിൽ നമ്മൾ പ്രത്യാശിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് നിത്യതയിലേക്ക് നമുക്ക് തേജസ്സാവുന്നുള്ളൂ. കഷ്ടത്തിൽ നമ്മൾ പിറുവിറുക്കുകയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല, നമുക്കൊരു ക്രൂശായിട്ട് മാറുന്നില്ല. കഷ്ടത്തിൽ നമ്മൾ പ്രശംസിക്കുമ്പോൾ, റിജോയ്സ് ചെയ്യുമ്പോഴാണ് അത് തേജസ്സായിട്ട് മാറുന്നത്. ആ പ്രത്യാശയാണ് ദൈവം നമുക്ക് അഷുറൻസിനാൽ തരുന്നത്. അപ്പൊ ദൈവികമായ ആശ്വാസം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ മാത്രം. അതുകൊണ്ട് നമുക്ക് നാളെ നിൽക്കുമെന്ന് അറിയത്തില്ല. നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചോളട്ടെ. ഞാനായിട്ട് നിൽക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല, ദൈവം എന്നെ നിർത്തും. ദാറ്റ്സ് മൈ ഫെയ്ത്ത്. ഗോഡ് വിൽ മേക്ക് മീ സ്റ്റാൻഡ്. അതാണ് എന്റെ ഡിപ്പെൻഡൻസ്. സോ ദാറ്റ്സ് വെയർ ഐ സീ തിങ്സ് ദാറ്റ് ഐ കനോട്ട് സീ വിത്ത് മൈ ഫ്ലഷ്. എന്റെ ശരീരത്തിലേക്ക് നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റാത്ത ആ വീണ്ടെടുപ്പ്, വിടുതൽ, തേജസ്, എനിക്ക് കാണാത്ത നിത്യതയിൽ എനിക്ക് കർത്താവിന്റെ തെരഞ്ഞെടുപ്പിൽ എനിക്ക് പറ്റും എന്ന് 4-ാമത്തെ അധ്യായത്തിൽ. 4-ാമത്തെ അധ്യായം ശരിക്കും കഷ്ടതയിലുള്ള ഒരു ആശ്വാസത്തിന് വേണ്ടി വായിക്കുന്ന
കാര്യമാണ്. ഇത് ശരിക്കും ആത്മാവ് പഠിപ്പിച്ചാലേ നമ്മൾ പഠിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്കിതൊരു ഒരു പ്രയോജനമില്ലാത്ത അക്ഷരങ്ങളായിരിക്കും. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയലേ, ഓ ദൈവം ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാ പറയുന്നത്. പക്ഷെ എന്നാൽ നമുക്ക് ആശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ആത്മാവ് ആശ്വസിപ്പിക്കണം. വെറും വാക്കുകൾക്ക് നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല. ആത്മാവ് നമ്മളെ അതിലൂടെ ആശ്വസിക്കും. ദൈവത്തിന്റെ വചനത്തിലൂടെ എപ്പോഴും ആത്മാവിന്റെ പ്രവൃത്തിയുണ്ട്. The Spirit of God will comfort us in our sufferings. മാത്രമല്ല ആ പ്രോമിസുകളെ നമ്മൾ ഉറപ്പിക്കുന്നതും ദൈവത്തിന്റെ കൃപയാണ്. ഓക്കെ, അപ്പോൾ ഇത്ര മഹത്തായ വാഗ്ദത്തങ്ങൾ ഞാൻ ഇതെങ്ങനെ എന്ത് വാക്കിനാൽ പറയണമെന്ന് അറിയാൻ വയ്യാത്ത സന്തോഷം. ആ വാഗ്ദത്തങ്ങളുടെ അഷുറൻസ് ദൈവം നമുക്ക് തരുന്നത് കൊണ്ട് ഈ പുറമേ ഉള്ള കഷ്ടങ്ങൾ സാരമില്ല എന്നാണ് എനിക്ക് കഴിയും. കാണാത്തതോ നിത്യം. അപ്പൊ കാണാത്ത നിത്യമായ തേജസ്സിലേക്ക് നമ്മുടെ വിശ്വാസം നമ്മളെ നടത്തണം എന്ന് പറയുന്നു. ഓക്കെ, മ്യൂട്ട് ചെയ്യട്ടെ എല്ലാവരെയും. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു. ഓക്കെ, ഇനി സംസാരിക്കും. ഓൾറൈറ്റ്. അപ്പോൾ 4-ാം അധ്യായത്തിന്റെ അവസാനം നമ്മൾ കാണുന്ന ഇതാണ് വലിയൊരു പ്രത്യാശയുടെ ശബ്ദമാണ്. കാണാത്ത കാര്യങ്ങൾ. ഈ കാണാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കാത്തത്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അത് കൂടുതൽ വിശദീകരിക്കാതെ ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ്. എങ്കിൽ ആ കാണാത്ത കാര്യം എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഓൾറെഡി 1 മണിക്കൂർ കഴിഞ്ഞു, 7:45 പോകുന്നു. നമുക്ക് ആ ഒരു കാര്യം സൂചിപ്പിച്ചിട്ട് ഇത് അവസാനിപ്പിക്കാം. ഒന്നുകൂടെ നമ്മൾ ആ ഷെയർ സ്ക്രീൻ എടുക്കുകയാണ്. ഓക്കെ, ടൈം ലൈൻ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ടൈം എന്ന് വിളിക്കുന്നത്. ടൈം ലൈൻ. അപ്പോൾ ഇതിന് ശരിക്കും സാധാരണഗതിയിൽ നമ്മൾ ടൈം ലൈൻ വരയ്ക്കുമ്പം നമുക്ക് വരയ്ക്കാൻ തോന്നുന്നത് അത് ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല. ടൈം എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ലൈനാണ്. എന്ന് പറഞ്ഞാൽ അതിനൊരു കൃത്യമായ തുടക്കവും ഒരു കൃത്യമായ എൻഡിങ്ങും ഉണ്ട്. ഈ ടൈം ലൈനിൽ അകത്തുള്ളതൊന്നും ശാശ്വതമല്ല, നിത്യമല്ല. കാരണം ഈ ടൈം പോകുമ്പോൾ പോകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇവിടെ എന്തെല്ലാം സൃഷ്ടിക്കപ്പെട്ടാലും നമ്മൾ കണ്ടാലും നമ്മൾ കാണുന്ന ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഈ ടൈം ലൈനകത്തുള്ളതാണ്. അതായത് വിസിബിൾ യൂണിവേഴ്സ്. ഈ വിസിബിൾ യൂണിവേഴ്സ് മുഴുവൻ ഈ ടൈം ലൈനകത്തുള്ളതാണ്. ഞാനും നിങ്ങളെല്ലാം. അപ്പൊ നിത്യമായത് ഒന്നിനെ നമ്മൾ എവിടെ തപ്പരുത്. നിത്യമായ ഒന്നിനെ നമ്മൾ ഒരിക്കലും, കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഓക്കെ, നിത്യമായ ഒന്നിനെ ഒരിക്കലും എവിടെ തപ്പരുത്, ഈ ടൈം ലൈനിൽ തപ്പരുത്. അത് അപകടമാണ്. കാരണം അവിടെ ഇല്ല, നിത്യമായ ഒന്നും ഇല്ല. അടുത്ത വർഷം നിങ്ങൾക്ക് വിടുതലുണ്ട്, നിത്യത അവിടെ ഇല്ല. അവിടെ തപ്പരുത്, അവിടെ ഒന്നുമില്ല. വിശ്വാസത്താൽ നമ്മൾ നോക്കേണ്ടത് എങ്ങോട്ടാ? ഈ ടൈം ലൈനിലേക്കല്ല. കാരണം അവിടെ നിത്യമായ ഒന്നുമില്ല, താൽക്കാലികമാണ്. സമയത്തിനകത്തുള്ളതെല്ലാം താൽക്കാലികമാണ്. അപ്പം നിത്യമായത് എവിടെ ഉള്ളത്? അത് ടൈമിന് വെളിയിലാണ്. നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. എന്നാൽ നമുക്ക് ചുമ്മാ ഈ സൈഡിൽ ഇങ്ങനെ എഴുതാം, ഇറ്റേണിറ്റി. ഇറ്റേണിറ്റി എന്ന് പറയുന്നത് ഈ ടൈം ലൈനിലല്ല, അതിന് വെളിയിലാണ്. ഗോഡ് ഈസ് ഇറ്റേണൽ. അപ്പൊ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വരയൊന്നും വരയ്ക്കാൻ പറ്റത്തില്ല, അതങ്ങനെ ടൈം ഇല്ല. അപ്പൊ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്നെ കാണാൻ ആ 2020 ജൂൺ 22 നോക്കണ്ട. എന്ന് പറഞ്ഞാൽ ആ ടൈമിന്റെ സഹായം വേണ്ട. അവന് ചേസ് എന്ന് പറയുന്ന ആളെ നോക്കാൻ നോ നീഡ് ഓഫ് ടൈം. അവന് സമയത്തിന് വെളിയിൽ നമ്മളെല്ലാവരും അറിയാം. അതിനാണ് സർവജ്ഞാനം എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാനോ ചിന്തിക്കാനോ പോലും പറ്റാത്ത കാര്യം. അപ്പൊ നിത്യമായതെന്ന് പറയുന്നത് സംതിങ് ദാറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ടൈം. അപ്പൊ നിത്യത, സമയം ഉണ്ടാകുന്നതിന് മുമ്പ്, ഇൻ ഇറ്റേണിറ്റി ഗോഡ് എലക്റ്റഡ് മീ, എന്നെ തെരഞ്ഞെടുത്തു. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ്, സമയം ഉണ്ടാകുന്നതിന് മുമ്പ് ഗോഡ് പ്ലേസ്ഡ് മീ ഇൻ ക്രൈസ്റ്റ്. ഞാൻ ജനിച്ചിട്ടില്ല, ഞാനില്ല, ഉണ്ടായിട്ടില്ല, എനിക്കൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. പക്ഷെ തെരഞ്ഞെടുപ്പിനാൽ, ബൈ എലക്ഷൻ, ഗോഡ്
പ്ലേസ്ഡ് മീ ഇൻ ക്രൈസ്റ്റ്. എറ്റേണിറ്റി, അതാണ് എന്റെ എറ്റേണിറ്റി എന്ന് പറയുന്നത്. ആ എറ്റേണിറ്റിയിൽ ഞാനുള്ളത്. അതെങ്ങനെ നടന്നത്? യേശു ക്രിസ്തുവിന്റെ യാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ക്രിസ്തുവിന്റെ യാഗത്താൽ ഞാൻ അവന്റെ മരണ പുനരുത്ഥാനങ്ങളിൽ പങ്കാളിയായതുകൊണ്ട് എന്റെ ഫെയ്ത്തിൽ ഞാൻ കാണുന്ന ആ ദൃശ്യമായത് കാണാൻ പറ്റാത്തത്, ആ കാണാൻ പറ്റാത്തതാണ് എന്റെ നിത്യമായ വാഗ്ദത്തം. അപ്പൊ മൈ പ്ലേസ് ഈസ് നോട്ട് ദിസ് ടൈം ലൈൻ ഇൻ ദിസ് വിസിബിൾ യൂണിവേഴ്സ്. എന്റെ ലോകം എന്ന് പറയുന്നത് ഇറ്റേണിറ്റിയാണ്. ദൈവമാണ് എന്നെ അവിടെ ആക്കി വെച്ചത്. അത് യേശു ക്രിസ്തുവിൽ എന്നെ വെച്ചത് കൊണ്ടാണ്. ആൻഡ് ഇൻ ദാറ്റ് ഐ റിജോയ്സ്. അപ്പൊ എന്റെ ആനന്ദം എന്ന് പറയുന്നത് കർത്താവ് എന്നെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്ത് അവനിൽ ആക്കി വെച്ചു എന്നുള്ളതാണ്. ഇതിനകത്ത് മാനുഷികമായ ഇതൊന്നുമല്ല നമ്മുടെ ചർച്ച. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനാണ്. ഇറ്റേണിറ്റി ഈസ് ഗിവൺ ടു മീ ബൈ പ്രോമിസ്. വാഗ്ദത്തത്താൽ അച്ചാരമായ ആത്മാവിനെ തന്നുകൊണ്ട് ആ നിത്യതയുടെ ഉറപ്പാണ് വിശ്വാസിയും അനുഭവിക്കേണ്ടത്. ചഞ്ചലമായി പോകാതെ, വിശ്വാസത്തിൽ ഉലഞ്ഞു പോകാതെ, ദൈവീക കൃപാദാനങ്ങളുടെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആ നിത്യതയിൽ ഇരിക്കുവാണ്. ചില സമയത്ത് നമുക്ക് സ്വസ്ഥതയൊക്കെ പോവാം, നമുക്ക് ടെൻഷൻ തോന്നാം, നമ്മൾ സാധാരണ മനുഷ്യരുടെ ബലഹീനതകൾ അനുഭവിക്കാം. പക്ഷെ അവിടെ എല്ലാം ദൈവത്തിന്റെ കൃപയുടെ ശക്തി നമുക്ക് ആ സമയത്ത് എല്ലാം നമ്മളെ നടത്തുന്ന ഒരു ശക്തിയായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു നിത്യതയെ കുറിച്ചാണ് നമ്മൾ ഈ വാക്യങ്ങളിൽ കാണുന്നത്. അടുത്ത ഇതേ തേജസ്സിനെ കുറിച്ചാണ്. 2 കൊരിന്ത്യ ലേഖനം പ്രധാനമായും തേജസ്കരണത്തിനായി കാത്തിരിക്കുന്ന ഞരക്കങ്ങളെ കുറിച്ചും ആ തേജസ്സിന്റെ പ്രത്യേകതകളെ കുറിച്ചുമാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമുക്ക് ഈ സെഷൻ തൽക്കാലം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അടുത്ത ബൈബിൾ ക്ലാസ് ബുധനാഴ്ച വൈകിട്ട് പതിവ് പോലെ 6:40 ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ മാത്രം നോട്ടീസ് പ്രതീക്ഷിച്ചാൽ മതി. അതല്ലെങ്കിൽ ആ മീറ്റിംഗ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ബാക്കി കാര്യങ്ങൾ നമ്മളപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വിലയേറിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഉൾക്കാഴ്ചയോടെ തെളിയിച്ച് കർത്താവ് ഞങ്ങൾക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത വിശ്വാസത്തിന്റെ വലിയ തേജസ്സിലേക്ക് ഞങ്ങൾക്ക് കാഴ്ച കാണിച്ചു തരണമേ. ഞങ്ങളുടെ കഷ്ടതകളുടെ നടുവിലെ ദൈവമേ, അങ്ങയുടെ മഹത്വത്തെ അന്വേഷിക്കുവാൻ, ആ മഹത്വത്തിൽ ജീവിക്കാനും നിത്യത എൻജോയ് ചെയ്യുവാൻ, കർത്താവിലൂടെ ഞങ്ങൾ ഇരുത്തിയിരിക്കുന്ന ആ സന്തോഷം അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവ് ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന് ആ കാഴ്ചകളെ കാണിച്ച് എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒന്നിനാലും പതറാതെ തളർന്നു പോകാതെ എല്ലാ കഷ്ടത്തിന്റെ നടുവിൽ ആ തേജസ്സിനെ എണ്ണുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ സ്തോത്രം കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. 1-2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം ഈ ഓഫായപ്പോ പോയി. ഓക്കെ, സോ ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഞാനിത് കട്ടായപ്പോൾ ആ ചോദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ഓക്കെ, ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളതോ വിരോധമായ ആരെങ്കിലും പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. സോ വി വിൽ സീ ഓൺ വെനസ്ഡേ. ദൈവം ഓക്കെ. Is the sacrifice of Catholic Church teaching same as fasting in Pentecostal churches? അതായത് പലപ്പോഴും നമ്മൾ പാപം പരിഹരിക്കാൻ വേണ്ടി എന്നുള്ള, ഞാൻ തെറ്റ് ചെയ്തു 2 ദിവസം കർത്താവിന്റെ തന്നെ ഇരിക്കാൻ പോവാം, അത് കർത്താവിൻ്റെ അടുത്ത് സിമ്പതി വാങ്ങിക്കാനാണെങ്കിൽ യു ആർ റോങ്, അതിന്റെ ആവശ്യമില്ല. പക്ഷെ കർത്താവിന്റെ പ്രസൻസ് അനുഭവിക്കാനാണെങ്കിൽ എത്ര നാൾ ഇരുന്നാലും കുഴപ്പമില്ല. ഇത് ഓരോ മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡ് പോലെ. ഇപ്പൊ എനിക്ക് മറ്റ് ദിനചര്യങ്ങളിലൊന്നും ഏർപ്പെടാൻ, ആഹാരം ഉണ്ടാക്കാൻ പോകാതെ, അത് കഴിക്കാൻ പോകാതെ, ശാരീരികമായ തൃഷ്ണകൾ, നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ചോദനകളെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവരൊക്കെ അങ്ങനെ തോന്നുവാണ്, എനിക്ക് എന്റെ ശരീരത്തിന്റെ ആസക്തികൾ ഭയങ്കരമാണ്, എനിക്കൊന്ന് വേറിട്ടിരിക്കണം, ഐ നീഡ് ടു ഡിസിപ്ലിൻ മൈ ഫ്ലഷ് ഫോർ സം ടൈം. അതൊരു ആത്മീയമായ ഒരു യൂണിറ്റി ഓഫ് തിങ്കിങ്ങിന് വേണ്ടി, ഒരു ആത്മീയ വർധനയ്ക്ക് വേണ്ടി അങ്ങനെ ഒരാൾ ഉപവാസം തീർച്ചയായിട്ടും വി നീഡ് ടു സപ്പോർട്ട് ദാറ്റ്. പക്ഷെ അതല്ലാതെ കാര്യം സാധിക്കാൻ വേണ്ടിയും ഞാൻ തെറ്റ് ചെയ്തു പോയി അതുകൊണ്ട് പാപപരിഹാരം, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ്. ഉപവാസത്തെ നമ്മൾ എതിർത്ത് സംസാരിക്കേണ്ട കാര്യമില്ല, പക്ഷെ ആരെയും നിർബന്ധിക്കേണ്ട കാര്യമില്ല. ദാറ്റ്സ് എ മാൻസ് ഡിസ്ക്രിപ്ഷൻ, ഉപവസിക്കണം വേണ്ടെന്നുള്ളത്. പക്ഷെ കാത്തലിക്സിന് ഒരു പ്രത്യേകമായ ഒരു തിയോളജി ഉണ്ട്. ആ തിയോളജി എന്ന് പറയുന്നത്, ഇപ്പം നമ്മള് ഉപവാസം എടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് പാപപരിഹാരം ഉണ്ടോ അങ്ങനെ പെന്തക്കോസ്തുകാർ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അറിയില്ല.
പക്ഷെ കാത്തലിക്സിന് അങ്ങനെ ചിന്തയുണ്ട്. ഇപ്പൊ മല കയറി, ഇപ്പം ദുഃഖവെള്ളിയാഴ്ച സമയത്ത് മലയാറ്റൂർ മല കുരിശ് ചുമന്നിട്ട് കയറി കഴിഞ്ഞാൽ അതുവരെയുള്ള പാപങ്ങളൊക്കെ തീരും, അങ്ങനെ വിചാരിക്കും. അപ്പൊ ക്രിസ്തുവിന്റെ ക്രൂശിലല്ല, ഞാൻ ചുമക്കുന്ന ക്രൂശില് ഞാൻ ആശ്വസിക്കുന്ന ആ ഒരു പരിപാടി കാത്തലിക്സിനത് ആ ഒരു തിയോളജി ഉണ്ട്. സഫറിങ്, ഇപ്പൊ വെറുതെ ഒരു പനി പിടിച്ച് ഹോസ്പിറ്റലിൽ പോകാതെ, ഇപ്പൊ കൊറോണ വന്ന് ഹോസ്പിറ്റലിൽ പോകുന്നില്ല, ഞാൻ സഫർ ചെയ്യുകയാണ്, ഞാൻ ഈ സഫറിങ് ഏറ്റെടുത്ത കർത്താവിന് ഇഷ്ടമാണ്, ഇപ്പൊ കർത്താവിന് വേണ്ടി ഞാൻ കഷ്ടപ്പെടുവാന്ന് പറഞ്ഞുകൊണ്ട് മരുന്ന് മേടിക്കാതെ കഷ്ടപ്പെട്ട് കർത്താവ് അവരെ വിശുദ്ധയാക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇപ്പൊ പാരസെറ്റമോൾ കഴിച്ചാൽ പനി കുറഞ്ഞാൽ അത് വിശുദ്ധമല്ല. അപ്പൊ അങ്ങനെ ഒരു കഷ്ടതയ്ക്കകത്ത് തന്നെ ഒരു വാല്യൂ, അതായത് സാങ്ക്ടിഫൈങ് വാല്യൂ, ഇൻട്രിൻസിക് വാല്യൂ ഓഫ് സഫറിങ്, അങ്ങനെ ഒരു സാധനത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് കഷ്ടത ഇൻ ഇറ്റ് സെൽഫ് പ്രൊഡ്യൂസസ് നത്തിങ്. അവരെ സംബന്ധിച്ച് കഷ്ടത പ്രൊഡ്യൂസസ് സം ബെനിഫിറ്റ്സ്, സാങ്ക്ടിഫിക്കേഷൻ ബെനിഫിറ്റ്സ്, ബെനിഫിറ്റ്സ് ഓഫ് സാങ്ക്ടിഫൈങ് ബെനിഫിറ്റ്, സാങ്ക്ടിഫൈങ് ഗ്രേസ്. അതായത് വിശുദ്ധീകരിക്കുന്ന ദൈവകൃപ കഷ്ടം എന്ന് പറയുന്നതിനകത്ത് തന്നെ ഉണ്ട് എന്നവർ വിശ്വസിക്കുന്നു. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കഷ്ടം ഒരു മുഖാന്തരമായി മാറാം എന്നേ ഉള്ളൂ. അത് അതിൽ ഉളവാകുന്ന പ്രത്യാശകളുടെ മാത്രമേ അദ്ദേഹത്തിലേക്ക്. സോ ഫെയ്ത്ത് കണക്ട്സ് അസ് ടു സാങ്ക്ടിഫിക്കേഷൻ ഇൻ അവർ ഫെയ്ത്ത്. പക്ഷെ കാത്തലിക്സിനെ സംബന്ധിച്ച് അത് ആ ഒരു ആക്ട് ഓഫ് സഫറിങ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് ഓഫ് സഫറിങ് ഇൻ ഇറ്റ് സെൽഫ് ഈസ് ഹാവിങ് ക്ലെൻസിങ് പ്രോപ്പർട്ടീസ്. പാപങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു കഴിവ് അതിനുണ്ട് എന്നവർ വിശ്വസിക്കുന്നു. അവിടെയാണ് നമുക്ക് യോജിപ്പുള്ളത്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഓൾ. വിൽ സീ ഓൺ വെനസ്ഡേ 6:40. അതുവരെയും ദൈവം നമ്മെ ഓരോരുത്തരെയും, അതിനുശേഷവും ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രത്യാശയിൽ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്.